ശ്രദ്ധിക്കുക. ഏറ്റവും ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിഫ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 2ാം സ്ഥാനമാവാം, അല്ലെങ്കിൽ ഫസ്റ്റ് 5 പൊസിഷനിൽ ഏതെങ്കിലും ഒരു പൊസിഷനാവാം. ഇങ്ങനെ കാണിച്ചാൽ മതിയോ? അഭിമാനത്തോടെ പറയണം ഏതാണ്. വർക്കല ബീച്ച് അതിമനോഹരമായ ഒരു ക്ലിഫ് ബീച്ചുകളിൽ ഏഷ്യയിൽ തന്നെ 5 സ്ഥാനങ്ങളിൽ ഒരു സ്ഥാനം. പിന്നീട് നല്ലൊരു കൈയടി കൊടുക്കണം. മലയാളികൾ ഏറ്റവും കൂടുതൽ ചെയ്യാത്ത കാര്യമാണ് കൈ അടിക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഒരു നെഗറ്റീവ് കണ്ടാൽ യൂട്യൂബ് ആയിക്കോട്ടെ എവിടെയാണെങ്കിലും മലയാളികൾ അവിടെ ആദ്യം കാണും. പോസിറ്റീവ് ആണെങ്കിൽ മലയാളികൾ കാണത്തില്ല. അപ്പോൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. അപ്പോൾ ഈ ഒരു സമ്മാനം നൽകുന്നതിനായി വർക്കല പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ വേറെ സ്നേഹത്തോടെയും ഏറെ ആദരവോടുകൂടിയും തന്നെ സ്വാഗതം ചെയ്യുകയാണ്. സാർ നല്ല ബിസിയിലാണ്, കാർ പാർക്കിങ്ങും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത 1 മിനിറ്റിനകത്ത് തന്നെ ഈ ഒരു സമ്മാനം സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇത്രയും പേർക്കിടയിൽ നിന്നും കയറി വന്ന പേരെന്നൂടെ പറയണം. അൽമിന. സ്ഥലം എവിടെയാണ്? കൊല്ലത്ത് നിന്ന് ഇവിടെ വന്നതിന് ഏറെ നന്ദി. ബീച്ചൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പക്ഷെ ക്ലിഫ് കണ്ടിട്ടുണ്ടോ? മുന്നേ കണ്ടിട്ടുണ്ടോ? ക്ലിഫ് സംരക്ഷിക്കുന്നുണ്ടോ? സംരക്ഷിക്കുന്നില്ല കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് വരപ്പോൾ ക്ലിഫ് ഇവിടെ അല്ലായിരുന്നു. ക്ലിഫ് കുറച്ചുകൂടെ മുന്നോട്ട്. അപ്പോൾ നല്ലൊരു കൈയടി ഈ ഒരു മത്സരാർത്ഥിക്ക് കൊടുക്കണം. ഒരു അലൻസ് ഒരു ഗോക്കാരിക്ക് സാർ തന്നെ അത് സ്നേഹത്തോടെ ഏറെ ആദരവോടുകൂടി തന്നെ ഏറ്റുവാങ്ങിക്കണം. ഇത്രയും പേർക്കിടയിൽ നിന്ന് മുന്നോട്ട് വരാൻ കാണിച്ച, ഈ പ്രായത്തിലും വരാൻ കാണിച്ച മനസ്സിന് ഏറെ നന്ദി. അപ്പോൾ ഇനി ഏറ്റവും ധൈര്യമുള്ള ഒരാളാണ് എനിക്ക് വേണ്ടത്. ഏറ്റവും ധൈര്യമുള്ള ഒരാൾ. ഇത്രയും പേർക്കിടയിൽ നിന്ന് ഏറ്റവും ധൈര്യമുള്ള ഒരാളെന്ന് പറയുമ്പോൾ തന്നെ ഒരാൾ തീർച്ചയായും 2ാമത്തെ സ്ത്രീയാണ് മുന്നോട്ട് വന്നിരിക്കുന്ന. ഏറെ സന്തോഷം. പേരെന്ന് പറയണം. മിത്ര എവിടെ നിന്നാണ് വരുന്നത്? കല്ലമ്പലം. എങ്ങനെയുണ്ട് ബീച്ചൊക്കെ? എങ്ങനെയുണ്ട്? ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ചിരി മുഖത്തൊന്ന് കളയരുത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? സ്മൈൽ. ഇറ്റ്സ് എവരിതിങ്. സ്മൈൽ കോൺഫിഡൻസ് ആവാം. നമുക്ക് കോൺഫിഡൻസ് ഇല്ല, ധൈര്യം ഇല്ലെങ്കിൽ ഒരു സ്മൈൽ. അപ്പോൾ നോക്കാം നമുക്കിതിൽ എന്താണെന്ന്. എടുത്തോളൂ. ഒരെണ്ണം മാത്രം എടുക്കുക. എടുത്തോളൂ. എന്തായിരിക്കും? സുരേഷ് ഗോപി കേട്ടോ. സുരേഷ് ഗോപിയുടെ ഡയലോഗ് നമുക്ക് കേട്ടാലോ? സുരേഷ് ഗോപി ആവണം. സുരേഷ് ഗോപിയുടെ ഫിഗർ അറിയാമോ? എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ഫിഗർ? എങ്ങനെയാണ് ആലോചിച്ച് നോക്കിയാണ്. തല കൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? തല ആട്ടിക്കൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ അവസാനം എന്ത് ചെയ്യണം? അതാണ് ഷിറ്റ് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡയലോഗ് കേൾക്കാം. ഡയലോഗ് കേട്ടതിന് ശേഷം സുരേഷ് ഗോപി ആവാം. ഇങ്ങോട്ട് താഴോട്ട് പോകണോ അതോ സുരേഷ് ഗോപി മുകളിലോട്ടാണോ വരുന്നത്? താഴോട്ട് പോവാം. ഓക്കെ, ഡയലോഗ് വരട്ടെ. ഓക്കെ, താങ്ക് യു. സ്ലോ മോഷൻ നടത്തിയേ വേണ്ട കേട്ടോ. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ട്. ശ്രമിച്ചു നോക്കാം. ട്രൈ അഗൈൻ, ഫെയിൽ ബെറ്റർ എന്നാണ് പറയുന്നത് കേട്ടോ. ട്രൈ ചെയ്യുക, തോറ്റു പോവുക, നന്നായി തോക്കുക എന്നാണ് പറയുന്നത്. ഞാനല്ല പറഞ്ഞത്. ഒരു ലെജൻഡായിട്ടുള്ള ഓസ്കാർ വരെ നേടിയ ഇത്രമാത്രം പൊക്കമുള്ള ഒരു അതിലെജൻഡായിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞതാണ്. തോക്കുക. ഏറ്റവും വേദിയിൽ തോറ്റ മനുഷ്യനാണ്. എത്രയോ വേദികളിൽ നിന്ന് അംഗവൈകല്യം എന്നുള്ളൊരു സാധാരണ ജനിക്കുമ്പോൾ അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്ന തെറ്റാണോ? തെറ്റല്ല. അത് ആര് തെറ്റാണ്? ദൈവം കൊടുക്കുന്ന തെറ്റാണ് അല്ലേ? ആ തെറ്റിനെ അഭിമുഖീകരിച്ച് മുന്നോട്ട് വന്ന ആളാണ് ഈ വാക്ക് പറഞ്ഞത്. ട്രൈ അഗൈൻ, ഫെയിൽ ബെറ്റർ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സുരേഷ് ഗോപിയിലോട്ട് പോയാലോ? റീൽസൊക്കെ കാണുന്നതല്ലേ? റീൽ ഇറ്റ്സ് നോട്ട് എ റിയൽ എന്ന് പറയും. ഈ പോലീസുകാരൊക്കെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന അതിലാണ്. റീല് കണ്ടിട്ട് കോഴിക്കോട് നിന്ന് വർക്കല വരും. വർക്കല വരുമ്പോഴായിരിക്കും കാണുന്ന റീലിൽ കണ്ട ആളല്ല റിയൽ എന്നല്ലേ? അപ്പോൾ നമുക്ക് റിയൽ എന്ന് കാണിക്കുന്ന ആ ഒരു സൗണ്ട്. റെഡി, 1 2. സുരേഷ് ഗോപി തലയൊക്കെ ഫിഗർ പിടിച്ചോളൂ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. സുരേഷ് ഗോപി സ്ലോ മോഷൻ നടത്താം. ഓക്കെ, താങ്ക് യു. എന്തായാലും നല്ലൊരു സമ്മാനം എനിക്ക് വന്നോളൂ. മുന്നോട്ട് വരണം കേട്ടോ. ഈ ഒരു മനസ്സ് കാണിച്ചതിനും ഈ ഒരു ധൈര്യം കാണിച്ചതിനും ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മളെ ഉന്നതങ്ങളിൽ എത്തിക്കുന്നത്. തോറ്റു പോകുമെന്നുള്ള പേടി വേണ്ട. തോൽവിയിൽ നിന്നുമാണ് ജയം ആരംഭിക്കുന്നത്. ചേട്ടൻ്റെ പേര് പറയണം. സുധീർ ചേട്ടാ. ഇത്രയും യങ്സ്റ്റേഴ്സ് ഇവിടെ നിൽക്കുമ്പോഴും സുധീർ ചേട്ടൻ്റെ ഈ ഒരു ഏജിൽ മുന്നോട്ട് ഇത്രയും സ്റ്റെപ്പ് കയറി ഈ ഒരു വേദിയിൽ വരാൻ കാണിച്ച മനസ്സിന്
മനസ്സിന് 1000 നന്ദി കേട്ടോ. എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലം ശാസ്താംകോട്ട. കൊല്ലത്തുകാരാണ് ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേര് അല്ലേ? കൊല്ലത്തു നിന്നുള്ള ഫസ്റ്റ് കയറി വന്ന മകളാണ്. അച്ഛനും മകളും അടിപൊളി കേട്ടോ. ഫസ്റ്റ് മകൾ സമ്മാനം വാങ്ങിച്ചു, അച്ഛനും. അത് തന്നെ അച്ഛൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. ഒരു കോൺഫിഡൻസ് ആണ് ഒരു മനുഷ്യനെ എവിടെ എത്തിക്കുന്നത്? വിജയങ്ങളിൽ എത്തിക്കുന്നതും. ബേക്കിലോട്ട് പേടിച്ച് മാറുന്നവർ എന്നും ബേക്കിലോട്ട് തന്നെ ആകും. ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നവർ എവിടെയാവും? മുന്നോട്ട് തന്നെ ആവും. അപ്പോൾ ഇതിന്ന് ഒരെണ്ണം ചേട്ടൻ എടുത്തോളൂ. ഒരെണ്ണം എടുക്കാം, ഒരെണ്ണം എടുത്തോളൂ. ഒരു സ്ലിപ്പ് എടുക്കാം. എന്താണ് വന്നിരിക്കുന്നത്? എന്താണ്? ഞാൻ നീ മോളെ വിളിക്കുമോ? അല്ലെ വൈഫ് വന്നിട്ടുണ്ടോ? വൈഫുണ്ട്, വൈഫുണ്ട്. വിളിച്ചോളൂ, വൈഫ് വിളിച്ചോളൂ, വൈഫിനെ വിളിച്ചോളൂ. വൈഫിനെ ഏറെ ബഹുമാനത്തോടെ വിളിക്കണം. ഈ ഒരു വേദി ഒന്ന് പങ്കിടണം കേട്ടോ. നല്ലൊരു കയ്യിൽ കൊടുക്കണം. മലയാളികൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യമാണ്. ഏറെ സന്തോഷത്തോടെ ഒരു ചിരി സമ്മാനിക്കുക. 2 എന്ന് പറയുന്നത് ഒരു 5 പൈസ നഷ്ടമാവാതെ കൈയടിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. ചേച്ചി പേര് പറയണം. ഷംല ചേച്ചി. അപ്പോൾ ചേട്ടൻ ചെയ്യേണ്ട കാര്യം ഷംല ചേച്ചിയുടെ 3 പോസിറ്റീവും 3 നല്ല കാര്യങ്ങളും 3 നെഗറ്റീവും പറയണം കേട്ടോ. മനസ്സിലായോ? നല്ല കാര്യങ്ങളും നെഗറ്റീവ് കേട്ടാൽ ഇവിടെ എല്ലാവരും കൈയടിക്കും. നെഗറ്റീവ് കേൾക്കാനാണ് ആരിഷ്ടപ്പെടുന്നത്. പൊതുവെ ജനങ്ങൾ അങ്ങനെയാണ്. ഒരു മനുഷ്യൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് കേട്ട് കഴിഞ്ഞാൽ ഈ അവൻ രക്ഷപ്പെട്ടു അല്ലേ, അല്ലെ ശ്രീകലയുടെ മോളാവാൻ നിലയിലായി എന്ന് പറഞ്ഞ് അതിനെ തള്ളി മാറ്റും അല്ലേ. അപ്പോൾ നമുക്ക് കേൾക്കാം 3 പോസിറ്റീവും 3 നെഗറ്റീവും. നല്ലൊരു കൈ പ്ലീസ്. ദയവ് ചെയ്ത് ഇവിടെ നിൽക്കുന്നവർ ചേർന്ന് നല്ലൊരു കൈ. താങ്ക് യു, താങ്ക് യു. നല്ലൊരു ഭാര്യ. 3 എണ്ണമായി. അപ്പൊ ഇനി 3 നെഗറ്റീവ് പറഞ്ഞു. ദേഷ്യം കുറയ്ക്കണം കേട്ടാ. രണ്ട് മൂന്ന്. ആഹാരം കഴിക്കുന്നത് വളരെ താമസമാണ്. നമ്മൾ കഴിച്ചാലും അത് കഴിക്കത്തില്ല. അത് സ്ത്രീകൾ പൊതുവെ അങ്ങനെയാണ് ചേട്ടാ. സ്ത്രീകൾ രാവിലെ 5 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 3 മണിയായാലും അവരെ ജോലി തീരത്തില്ല. നിങ്ങളെ എല്ലാവരെയും കഴിപ്പിച്ചിട്ട് മാത്രമേ അവർ കഴിക്കത്തുള്ളൂ. എന്നിട്ട് അവസാനം പറയും അവയിൽ ഉപ്പില്ല, തോരന്. അതൊന്നും പറയില്ല. അത് വലിയ കാര്യം. അപ്പോൾ എന്തായാലും ചെറിയൊരു സമ്മാനം ഇരിക്കട്ടെ. ലോക്കർ വരുന്ന താക്കോലൊക്കെയുള്ള അതിമനോഹരമായ ഒരു ലോക്കർ ബോക്സ് ആണ്. പൈസയൊക്കെ ഇട്ട് വെക്കണം. പൈസ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താവും? നാളൊരു സമയം കിടന്നു പോയാൽ ആര് കാണും എന്നുള്ള കാര്യത്തിൽ മനുഷ്യന് ഗ്യാരണ്ടി ഇല്ല. കിടക്കുന്ന സമയം സ്വർഗം എന്ന് പറയും, കിടന്നു കഴിഞ്ഞാൽ നരകം എന്ന് പറയും കേട്ടോ. ഹെല്ല എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് ഉള്ള സമ്പാദ്യം ഇതിൽ ഇട്ട് വയ്ക്കുക. വീണ്ടും വർക്കല ബീച്ച് സന്ദർശിക്കുക. താങ്ക് യു. അപ്പോൾ ഇനി ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുമെന്ന് മനസ്സിൽ പേടിയില്ലാത്ത ഒരാൾക്ക് മുന്നോട്ട് വരാം. ഒരാൾക്ക്. ചേട്ടന് സ്പെഷ്യലായിട്ട് ആർക്കാണ് വന്ന? ചേട്ടന് സ്പെഷ്യലായിട്ടുള്ളത് 2 സ്പെഷ്യൽ ഗിഫ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. കാണിച്ചോളൂ, ചോദിച്ചോളൂ. വന്നു. ഓക്കെ, പേര് പറയണം. അതിഥേയർ. സ്ഥലം എവിടെയാണ്? ആറ്റിങ്ങൽ നിന്ന് അതിഥേയർ. ചോദ്യം ശ്രദ്ധിക്കുക. ഒരു മനുഷ്യന് ഒരിക്കൽ മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന അമൂല്യമായ ഒരു വഴിയുണ്ട്. ദ വേ ഓഫ് ലൈഫ് എന്ന് പറയും. ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. അങ്ങനെ തിരിച്ചു കിട്ടിയവർ ആരും തിരിച്ചിവിടെ വന്നിട്ടില്ല. പോയിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു, എനിക്കിവിടെ പോയിട്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞവരില്ല. അപ്പോൾ അത് അമൂല്യമായ ആ ഒരു വഴി ഏതാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായാലും ഒരു മനുഷ്യന് ഇപ്പം മോന് ഒരിക്കൽ മാത്രം ദൈവം ഒരു വരം തന്നിട്ടുള്ളൂ. അത് ഒരിക്കൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചു കിട്ടില്ല. 2000-ന് ശേഷം ജനിച്ചവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന അതാണ് സൂയിസൈഡ് എന്ന് പറയും, ആത്മഹത്യ എന്ന് പറയും. അപ്പോൾ എന്തായിരിക്കും? മലയാളത്തിലാണെങ്കിൽ ജായിൽ ആരംഭിക്കും, ഇംഗ്ലീഷിലാണെങ്കിൽ എല്ലിൽ ആരംഭിക്കും. 4 വാക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ, മലയാളത്തിലാണെങ്കിൽ 3 വാക്ക്. ഏതായിരിക്കും ആ ഒരു അമൂല്യമായ ദ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു വഴി? ആ വഴി ഏതായിരിക്കും? മനുഷ്യന് ഒരിക്കൽ മാത്രം കിട്ടുന്ന എന്തായിരിക്കും? ഇതാ പറഞ്ഞു വരുന്നു ചേട്ടൻ. ലൈഫ് അഥവാ ജീവൻ എന്ന് പറയും കേട്ടോ. അത് ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ എന്ത് ചെയ്താലും തിരിച്ചു കിട്ടില്ല. നല്ലൊരു കയ്യിൽ കൊടുക്കണം കേട്ടോ. എന്തായാലും ഉത്തരം വിളിച്ച് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഉത്തരം വിളിച്ച് പറയുന്നവരെ ഞാൻ ഡാൻസ് കളിക്കുക. ചേട്ടൻ ഇങ്ങ് വന്നോളൂ, ധൈര്യമായിട്ട് വന്നോളൂ. എന്തായാലും ചേട്ടൻ്റെ ഒരു ഡാൻസ് കാണാം. ഒരു ഡാൻസിനുള്ള പാട്ട് പെട്ടെന്ന് പ്ലേ ചെയ്യണം. ശിക്ഷ ഞാൻ ചെയ്യുന്ന ഗെയിം ഷോയിൽ ഉത്തരം വിളിച്ച് പറയുന്നതിനാൽ കഴിയുള്ള ഏറ്റവും വലിയ ഇതാണ്. അതുകൊണ്ട് ഉത്തരം വിളിച്ച് പറയാം. ആരെങ്കിലും ഒരാൾ ഡാൻസ് കളിച്ചേ പറ്റുള്ളൂ. നിങ്ങളെ പ്രതികരിച്ച ഒരാൾ ഡാൻസ് കളിച്ചേ പറ്റുള്ളൂ. ഡാൻസിനുള്ള ഒരു പാട്ട് ചെട്ടികുളങ്ങര മോഹൻലാലിൻ്റെ പാട്ട് എന്ന ഡാൻസ് തന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ മോന് ചെറിയ സമ്മാനമുണ്ട്. ഏറ്റവും വാങ്ങിക്കാം. ഒരു ലോക്കർ ബോക്സ് ആണ്, താക്കോലൊക്കെ ഉള്ള അതിമനോഹരമായ ഒരു ഗിഫ്റ്റാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയും പേർക്ക് ഡാൻസ് കളിക്കാനുള്ള സൗകര്യം എനിക്കില്ല. ഉത്തരം പറഞ്ഞ് ഞാൻ കേൾപ്പില്ല. ഒരാൾ കളിച്ചാൽ മതി. ഇത്രയും പേർക്ക് കളിക്കാനുള്ള സ്ഥലം നമുക്കില്ല. ഇതാ പാട്ട് വന്നു. മോഹൻലാൽ ഒരാൾ ദയവ് ചെയ്തു കളിച്ചോളൂ.
ഫിഗർ പിടിച്ചാൽ മതി, ഫിഗർ പിടിച്ചാൽ മതി. പിന്നെ ആ ഫുട്ബോൾ തട്ടുന്ന ആക്ഷൻ. നല്ലൊരു കൈഡി, ഇവിടെ നിൽക്കുന്നവർ ചേർന്ന് നല്ലൊരു കൈഡി കൊടുക്കണം. Once more. Everyone, once more. Last, once more. Okay, last. Hey bro. Okay, last one. വർക്കല പോലീസ് സ്റ്റേഷനിലേക്ക് വനിതാ ഉദ്യോഗസ്ഥരെ ഞാൻ ആർദ്രപൂർവ്വം സ്നേഹിക്കുന്നത്. വന്നോളൂ, ഈ ഒരു ഗിഫ്റ്റ് സമ്മാനിക്കണം. ദയവുചെയ്ത് മുന്നോട്ട് വരണം. ഓക്കെ മതി, താങ്ക് യു. അപ്പോൾ ഈ മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു സമ്മാനം വാങ്ങിച്ചു. ഇനി ദയവുചെയ്ത് ഉത്തരം വിളിച്ച് പറഞ്ഞു കൊടുക്കരുത്. ഉത്തരം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ക് ഡാൻസ് കളിക്കേണ്ടി വരും. ഓക്കെ, ചെന്നോളൂ, ഉത്തരം വിളിച്ച് പറയാൻ പാടില്ല. താങ്ക് യു. ഓക്കെ, അപ്പോൾ അടുത്ത ധൈര്യമുള്ള ഒരാൾ പേര് പറഞ്ഞോളൂ. ഇന്ദ്രജിത്ത്. എവിടെ നിന്നാണ് വരുന്നത്? ആറ്റിങ്ങലും കൊല്ലമാണ് ഏറ്റവും കൂടുതൽ വന്ന് നമ്മളെ നാട്ടുകാരെയൊന്നും കാണാനില്ല. കുഴപ്പമില്ല, വരും. ഓക്കെ, അപ്പം എടുക്കല്ലേ ഇന്ദ്രജിത്ത് ഒരെണ്ണം. ഇനി മോഹൻലാൽ വരാനുണ്ട്, മമ്മൂട്ടി വരാനുണ്ട്, എത്രയോ പേർ വരാനുണ്ട്. അപ്പം നോക്കാം, എടുത്തോളൂ, ഒരെണ്ണം മാത്രം എടുക്കാം. ദൈവമേ, ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഡബ്സി പാടിയ വട്ടയപ്പം എന്ന് പറയുന്ന ആ ഒരു പാട്ടിൻ്റെ ഡാൻസാണ്. ആരാണ് കൂടെ വന്നത്? അനിയനാണോ അതോ? അനിയൻ തന്നെ. അനിയനെ വിളിക്കണോ ഡാൻസ് കളിക്കുക? അതോ ഒറ്റയ്ക്ക് കളിക്കുമോ? അതോ അവനെ കൂടെ വിളിക്കാം, വന്നോളൂ. ചേട്ടനെ സഹായിച്ചു. ചേട്ടൻ പെട്ട് നിൽക്കുകയാണ്, ഒന്ന് സഹായിച്ചു കൊടുക്കും, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കൂ. ഓക്കെ, ഈ രണ്ട് സഹോദരന്മാർക്ക് നല്ലൊരു കൈയടി. ഇവിടെ കൂടി നിൽക്കുന്നവർ ചേർന്ന്. അപ്പോൾ ഡാൻസിനുള്ള പാട്ടാണ്. അപ്പോൾ നമുക്ക് ഡാൻസ് കളിക്കാം അല്ലേ? ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. പ്ലീസ് ദയവ് ചെയ്ത് ഇവിടെ നിൽക്കുന്നവർ നല്ലൊരു കൈയ്യടി കൊടുക്കണം. Once more. Okay. Once more. Once more. നല്ലൊരു കൈയ്യടി. ഇവിടെ നിൽക്കുന്നവർ ചേർന്ന് നല്ലൊരു കൈയ്യടി കൊടുക്കണം. താങ്ക് യു. ഇത്രയും നല്ലൊരു സന്ദേശം സമ്മാനിച്ച ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും രണ്ടു പേർക്കും സമ്മാനം ഇരിക്കട്ടെ. ഈ ഒരു സമ്മാനം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അത് വീട്ടിൽ ചെന്ന് പൊട്ടിച്ച് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ വിളിക്കാം. കുട്ടികൾ എത്രയോ പേർ മുന്നോട്ട് വരാൻ. ഇവിടെ നിന്ന് ഒരാൾ വന്നു, എനിക്ക് ബേക്കിൽ നിന്ന് കാണാമായിരുന്നു. ഇവിടെ നിന്ന് ഒരാൾ വന്നിട്ട് പിറകിലോട്ട് പോയി. ആരാണ്? ഇവിടെ നിന്ന് വന്നിട്ട് പിറകിലോട്ട് പോയ ഒരാളാണ്. ഒരാൾ. വന്നോളൂ, ഇപ്പോൾ വിളിക്കാം കേട്ടോ, വന്നോളൂ. ദയവിച്ച് മുന്നോട്ട് വന്നോളൂ. വിളിച്ച് എന്ത് ചെയ്യും? മുന്നിലോട്ടേ വരാളൂ കേട്ടോ. പ്രത്യേകിച്ച് ആര്? പെൺകുട്ടികൾ. അപ്പോൾ എന്റെ ചോദ്യം ശ്രദ്ധിക്കുക. മനുഷ്യൻ ഒരിക്കൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അമൂല്യമായ വാല്യുബിൾ ആയിട്ടുള്ള പ്രൈസ്ലെസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ, നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അമൂല്യമായ പ്രൈസ്ലെസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാല്യുബിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. കേട്ടില്ല? ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല എന്ന് പറയും. പക്ഷെ അതിൻ്റെ അമൂല്യമായ കാര്യമുണ്ട്. ഈ ഒരു 6:30 അല്ലെങ്കിൽ 6 o'clock എന്ന് പറയുന്ന സമയം ഇനി തിരിച്ചു വരണമെങ്കിൽ 24 hours കാണണം. അപ്പോൾ എന്തായിരിക്കും സമയം? ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവ്രി വൺ എന്ന് പറയും. കഴിഞ്ഞ 10ാം ക്ലാസ് 1ാം ക്ലാസ്സിന് തിരിച്ചു കിട്ടോ? തിരിച്ചു കിട്ടാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ആഗ്രഹിച്ച ആൾക്കാരാണ് ഈ നിൽക്കുന്നവരിൽ എല്ലാവരും. ഒരാൾ പോലും അത് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ കാണത്തില്ല. രണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു വെപ്പൺ കൊണ്ടുപോലും ഉപദ്രവിച്ചാലും
ഒരു കാര്യം കൊണ്ട് ഉപദ്രവിക്കില്ല എന്ന് പറയുന്നത് എന്തായിരിക്കും? പറഞ്ഞു പോയ വാക്കാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ഒരു മനസ്സിൽ ഒരു മുറിവ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വാക്കുകൊണ്ട് പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. പറഞ്ഞ വാക്ക് പറഞ്ഞത് തന്നെ ആയിരിക്കും അല്ലെ? അപ്പോൾ ഈ മുന്നോട്ട് വരാൻ കാണിച്ച മനസ്സിനും മുന്നോട്ട് തള്ളിവിട്ട ആ ഒരു മനസ്സിനും ഏറെ സന്തോഷം. ഇനി ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? മുന്നോട്ട് വരണം കേട്ടോ. ഇനിയും ഒരു വട്ടം കൂടി തീർച്ചയായും ഞാൻ വരുമെന്ന് അവരിൽ ആരെങ്കിലും ഒരാളുടെ വന്നിട്ടേ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഒരാൾ ഓക്കെ, രണ്ടുപേരും വന്നു. പേരൊന്ന് പറയണം. പേര് പറയണം. ആദിൽ. കേട്ടില്ല? അനന്തകൃഷ്ണൻ. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ വലിയവർ മുതിർന്നവർ എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അതിമനോഹരമായ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദുരന്തം സംഭവിച്ചു. അത് പൊട്ടി ഉത്ഭവിച്ച് മുണ്ടക്കൈ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു വില്ലേജിനെ തുടച്ചു നീക്കി ചൂരൽമല എന്ന് പറയുന്ന അതിമനോഹരമായ മറ്റൊരു വില്ലേജിനെയും നശിപ്പിച്ചുകൊണ്ട് എത്ര കിലോമീറ്ററാണ് സഞ്ചരിച്ചത്? ഏകദേശം എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാണ് ആ വെള്ളം പാസ്സായി പോയത്? എത്ര കിലോമീറ്റർ? എന്താണ്? ക്ലൂ വേണം തീർച്ചയായും. ക്ലൂ. 1 പറയുന്നത് 7, 2 8, 3 9, 4 10. 4 അല്ല, 10 8 കിലോമീറ്ററുകളാണ് സഞ്ചരിച്ച് ഉത്ഭവിച്ച് 2 മനോഹരമായ വില്ലേജുകൾ തുടച്ചു നീക്കി എവിടെ ചെന്നത് സഞ്ചരിച്ചത് കേട്ടോ. അപ്പോ 2 പേർക്കും ഒരു സമ്മാനം ഇരിക്കട്ടെ. 2 പേർക്കുമുള്ള സമ്മാനം ഓപ്പൺ ചെയ്ത് നോക്കണം. ഇത് വലിയ സമ്മാനമാണ് കേട്ടോ. 2 പേരും അടികൂടരുത് തീർച്ചയായും. ആരാണ്? കുട്ടികൾക്കുള്ള സമയം. ഓക്കെ, തീർച്ചയായും ഇവരെയും കൂടെ ഒന്ന് വിട്ടോട്ടെ. ഒരുമിച്ചാണോ അതോ ഒരുമിച്ചല്ല? എന്നാലും ഞാൻ ഇവരെ 3-4 പേർക്കുള്ള നോക്കട്ടെ. ഒരെണ്ണം എടുത്തിരുന്നത് ഒരെണ്ണം മാത്രം എടുക്കുക. ഒരൊറ്റ ഒരെണ്ണം മാത്രം എടുക്കുക. ഒറ്റ ഒരെണ്ണം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നോക്കട്ടെ. പടയപ്പ എന്ന് പറയുന്ന രജനികാന്തിന്റെ ഡയലോഗ് ആര് പറയും? ഇക്കൂട്ടത്തിൽ ആര് പറയും? 4 പേരിൽ ആര് പറയും? പടയപ്പ ആരാവും? 4 പേരിൽ ആര് കാണിച്ചാലും സമ്മാനം 4 പേർക്ക് ഞാൻ തരാം. അവസാനത്തെ ആ നടത്തയോടെ നടന്നാൽ മതി. ആ സ്ലോ മോഷനിൽ രജനികാന്തിന്റെ ഒരു നടത്തയുണ്ട്, അറിയോ? ഇതെങ്ങനെ കയ്യൊക്കെ നീട്ടി ഇങ്ങനെ കയറി പോകണം. ഒന്ന് നമുക്ക് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. പടയപ്പ എന്ന് പറയുന്ന രജനികാന്തിന്റെ ആ ഡയലോഗ് ഒന്ന് കേട്ടു നോക്കാം. once more ഒന്നുകൂടി ആ ഒരു സൗണ്ട് ഒന്ന് പ്ലേസ് ചെയ്യണം. അപ്പൊ ആരാണ് ചെയ്യുന്നത്? രജനികാന്ത്. ദൈവമേ, ഇത്രയും 4 പേര് രജനികാന്ത് ആയിക്കോളൂ. 4 പേരും രജനികാന്ത് ആയിക്കോളൂ. ആ വേദി ഒരുക്കി കൊടുക്കണം. 4 പേരും രജനികാന്തിന്റെ ഫിഗർ അറിയാമോ? ഇത് കേട്ടോ. ഈ ഒരു സംഭവം ഇടുക. നടത്ത ഒരു കുറച്ച് വഴി കൊടുക്കണം. രജനികാന്തമാർ 4-5 പേര് രജനികാന്തമാർക്കുള്ള വഴി കൊടുക്കണം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ രജനികാന്തിന്റെ സൗണ്ട് പോരും. ആ രജനികാന്ത് വരും. എല്ലാവരും പൊക്കോളൂ. ആ തിരിച്ചൂടെ നടന്നു വാ. തിരിച്ചൂടെ. മേടിച്ചോളൂ. അപ്പോൾ ഇനി രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കാനുള്ള സമയമാണ്. മേടിച്ചോളൂ. ഓക്കെ, അപ്പം നേരത്തെ മുന്നോട്ട് വരണം കേട്ടോ. വിളിക്കാം കേട്ടോ. 2 മിനിറ്റ് അടുത്തത് വരണം കേട്ടോ. തീർച്ചയായും വന്നോളൂ. എനിക്ക് ഇത്രയും പേര് നിൽക്കുന്നുണ്ട്, അറിയത്തില്ല, അതുകൊണ്ടാണ്. വന്നോളൂ. പേര് പറയണം. ശ്രീലക്ഷ്മി, ദേവിക. അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം, ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം പറയാം. ഈ ലോകത്ത്, ദ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു വെപ്പണും യൂസ് ചെയ്യാതെ എല്ലാവർക്കും എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനും അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനും ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങി നടക്കാനും ഒക്കെ പഠിപ്പിച്ച മഹാനായ, ഫ്രീഡം വാങ്ങിത്തന്ന ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. ആരായിരിക്കും? മഹാത്മാഗാന്ധി അല്ലാതെ ഈ യൂണിവേഴ്സിൽ, ഈ വേൾഡിൽ ആരെങ്കിലും സമാധാനപരമായിട്ട് യുദ്ധം നടത്താറുണ്ടോ? ഉക്രൈൻ, റഷ്യ, പാലസ്തീൻ, ഇവിടെയൊക്കെ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? യുദ്ധങ്ങളാണ് നടക്കുന്നത്. എന്തുകൊണ്ടുള്ള യുദ്ധങ്ങൾ? വെപ്പൺ കൊണ്ടുള്ള യുദ്ധമാണ്. സമാധാനമുണ്ടോ? സമാധാനം. എന്നാൽ സമാധാനം കൊണ്ട് മാത്രം നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഫ്രീഡം തന്നത് ആരാണ്?
മഹാത്മാഗാന്ധി. അപ്പോൾ അതിനുള്ള ഉത്തരത്തിനുള്ള ശരി ഉത്തരമാണ് പോലീസ് എന്ന് പറഞ്ഞെടുത്തോളൂ. രണ്ടുപേരിൽ മോനെടുക്കാം എടുത്തോളൂ. ഒരെണ്ണം എടുക്കണം, ഒരെണ്ണം മാത്രം എടുക്കുക. എന്താണ്? ആവേശം ഇലുമിനാറ്റി എന്ന് പറയുന്ന ഡാൻസ്. അപ്പോൾ രണ്ടുപേർക്ക് മുന്നുള്ള ഡാൻസിനുള്ള സമയമാണ്. വേദി ഒരുക്കി കൊടുക്കുക. രണ്ടുപേരും മുന്നോട്ട് നിൽക്കണം. അപ്പോൾ മ്യൂസിക് റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ മുന്നോട്ട് നിൽക്കണം, ഒന്ന് സൈഡിലോട്ട് നിൽക്കണം. ബ്ലോക്കും ഇത് രണ്ട് അവർ വന്നില്ലേ GM. വൺസ് മോർ കൈയ്യടി കൊടുക്കണം എല്ലാം ചേർന്ന്. ദയവ് ചെയ്ത് ഇവിടെ നിൽക്കുന്നവരെല്ലാം ചേർന്ന്. താങ്ക് യു. വൺസ് മോർ ഇപ്പോൾ കഴിയും. ഓക്കെ, ഈ ഒരു മനസ്സ് കാണിച്ചതിനും മുന്നോട്ട് വരാൻ കാണിച്ച മനസ്സ് ജീവിതത്തിൽ അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഈ രണ്ടുപേരും ചിരിക്കുന്ന ആ ഒരു ചിരി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള ഒരു ചിരിയാണ്. അപ്പോൾ 2 സമ്മാനങ്ങളും രണ്ടുപേർക്കും ശ്രീലക്ഷ്മിയും അതുപോലെ ദേവികയ്ക്കും ഏറെ ആദരവോടെ ഏറ്റുവാങ്ങിക്കാം. മുന്നോട്ട് വരണം. കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ആളാണ്. മുന്നോട്ട് വന്നുള്ളൂ. പേരെന്ന് പറയണം. രേവതി. ക്ഷമ കാണിച്ചതിനൊരായിരുന്നു നീ. ക്ഷമ കാണിക്കാത്തവർ തോറ്റുപോകത്തുള്ളൂ. ക്ഷമയുള്ളവർ എവിടെ എത്തും? വിജയം. ഞാൻ ബേക്ക് ബെഞ്ചിൽ ഇരുന്നത് കൊണ്ട് മാത്രം, പഠിക്കാത്തത് കൊണ്ട് മാത്രം യൂത്ത് ഫെസ്റ്റിവൽ അഥവാ യുവജനോത്സവം എന്ന് പറയുന്ന ഒരു വേദിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടോ? പഠിക്കാത്തവർക്ക് അവിടെ സ്ഥാനമില്ല, കടക്കപ്പുറത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിർത്തിയോ? ഞാൻ ക്ഷമ കാണിച്ചില്ലേ? ക്ഷമ കാണിച്ചുകൊണ്ട് എത്രയും പേരെ മുന്നിൽ എനിക്ക് ഈ ഒരു ഗെയിം ഷോ ചെയ്യാൻ പറ്റി, നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റിയില്ലേ? അപ്പോൾ തോറ്റുപോയാൽ എന്ത് ചെയ്യരുത്? നിർത്തരുത്. പരിശ്രമങ്ങൾ എവിടെ എത്തിക്കും? വിജയത്തിലെത്തിക്കും ഒരു മനുഷ്യനെ. അപ്പോൾ ചോദ്യം ചോദിക്കാം. നമുക്ക് മുന്നിലുണ്ടെങ്കിലും ഒരു മനുഷ്യന് കാണാൻ പറ്റാത്ത കാര്യം എന്താണ്? നമുക്ക് മുന്നിലുണ്ടെങ്കിലും ഒരിക്കലും ഒരു മനുഷ്യനും മുന്നിൽ കാണാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അത് എന്താവണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എന്തായിരിക്കും? വിജയം എന്നുള്ളത് അങ്ങനെയല്ല. വിജയം വേണമെങ്കിൽ നമ്മൾ ഒരു കാര്യം സെറ്റ് ചെയ്യണം. ലക്ഷ്യം അല്ല, ഒരെണ്ണോടെ വേറെ ഉള്ളൂ. എന്റെ ഉത്തരം അതല്ല. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് പറയും. ഭാവികാലം, ഭൂതകാലം, വർത്തമാനകാലം അല്ലേ? ഫ്യൂച്ചർ ആരാണ് തീരുമാനിക്കേണ്ടത്? ഭാവി ആരാണ് തീരുമാനിക്കേണ്ടത്? നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ മുന്നോട്ട് വരാൻ കാണിച്ച മനസ്സിനും ക്ഷമ കാണിച്ചതിനുമാണ് ഈ സമ്മാനം. ഈ സമ്മാനത്തിലല്ല കാര്യം. ഇവിടെ നിന്ന് ഈ വേദിയിൽ നിന്ന് പോകുമ്പോൾ അടുത്തൊരു വേദിയിൽ കയറാനുള്ള ധൈര്യം എനിക്ക് പകർന്നു തരാൻ സാധിച്ചാൽ ഞാൻ കൊടുക്കുന്ന സമ്മാനത്തിന്റെ വാല്യൂ ഈ കൊടുക്കുന്ന ഞാൻ തരുന്ന ഗ്ലാസോ പാത്രമോ കേട്ടോ, അതൊക്കെയാണെങ്കിൽ ചിലപ്പോൾ എവിടെ ഒതുങ്ങിപ്പോകും? അടുക്കളയിൽ ഒതുങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ തരുന്ന ഗിഫ്റ്റിൽ എന്തെങ്കിലും കാര്യം കാണും. ഗിഫ്റ്റിൽ കാര്യമില്ലെങ്കിൽ ഞാൻ തരുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ലൈഫിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുക. തീർച്ചയായും. താങ്ക് യു. അപ്പോൾ ഇത്രയും പേർക്ക് ഞാൻ ഒരു അവസരം തരും. മോളൊന്ന് മുന്നോട്ട് വരണം കേട്ടോ. നമുക്ക് അവസരം തരാം. വരണം. വരും. പേര് പറയണം. ലക്ഷ്മി നന്ദന അല്ലേ? എവിടെ നിന്നാണ് വരുന്നത്? കവലിയൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ? ഉത്തരം പറയാൻ പറ്റും. പഠിക്കുന്ന ആളാണ് അല്ലേ? പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന അതിമനോഹരമായ 2 ജില്ലകൾ ഏതാണ്? പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന അതിമനോഹരമായ 2 ജില്ലകൾ. ആ ജില്ലയിൽ ഇപ്പോൾ ദുരന്തം. പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു ദുരന്തം ഇപ്പൊ ഈ ഇടയ്ക്ക് സംഭവിച്ചു. ഏതായിരിക്കും? വയനാട്. 1 ശരിയാണ്. 2 ഒന്നുകൂടെ ഉണ്ട്. ക്ലൂ വേണോ അല്ലേ? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ഏറ്റവും വലിയ ജില്ലയാണ് കേരളത്തിലെ. പാലക്കാടുമുണ്ട്, പിന്നെ ഇടുക്കിയും പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ചെറിയ സമ്മാനമുണ്ട്, അത് ഏറ്റുവാങ്ങിക്കാം. നേരത്തെ വന്ന ആൾ മുന്നോട്ട് വരണം. മുന്നോട്ട് വരാളെ കാണിച്ചാൽ നേരത്തെ വന്ന ആൾ മുന്നോട്ട് വരണം. വിടാം. ചേട്ടൻ വന്നു. 1 മിനിറ്റ് കേട്ടോ. 1 മിനിറ്റ്. ഒരു ചേട്ടൻ വന്നു. ചേട്ടാ, ആണുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ പിറകിലോട്ട് പോകുന്നത്. സ്ത്രീകൾ മുന്നോട്ട് വരും, പക്ഷെ ആണുങ്ങൾ എന്ത് ചെയ്യാറില്ല? ബേക്കിലോട്ട് പോകും, മുന്നോട്ട് വരാറില്ല. ചേട്ടൻ്റെ പേര് പറയണം. ലാലു. ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? കല്ലമ്പലം എന്ന് ഒരുപാട് ആൾക്കാർ വന്നു. ആറ്റിങ്ങ, കല്ലമ്പലം, കൊല്ലം. അപ്പോൾ ഒരു പണിപ്പെട്ടി തന്നെ ആയിക്കോട്ടെ, ഒരെണ്ണം എടുത്തോളൂ. നമുക്ക് എന്താണെന്ന് നോക്കാം. മോഹൻലാലൊക്കെ ഇനി വരാനുണ്ട്. 4 വരി പാട്ട്. ചേട്ടൻ 4 വരി പാട്ട് പാടാനാണ് ഇതിൽ പറഞ്ഞിരുന്നത്. കണ്ടോ? 4 വരി പാട്ട് നമുക്ക് അറിയാവുന്ന പാട്ടായാലും മതി. കാക്കേ കാക്കേ കൂടെ ഇവിടെ, അത് വേണമെങ്കിൽ പാടാം.
ഏത് പാട്ട് വേണമെങ്കിലും പാടാം. ഏത് ജാതിയിൽ എന്ത് കാര്യം. എൻ്റെ പേരെന്താണെന്നറിയോ? എൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ആനന്ദ് ആദിത്യൻ എന്നാണ്. എൻ്റെ ഇതിലെന്താണുള്ളത്? എന്താണുള്ളത്? ക്രോസാണുള്ളത്. അതിൽ ജാതി ഉണ്ടോ? ജാതി മതം പറയാൻ പാടില്ല. ശിവഗിരി എന്ന് പറയുന്ന ഒരു വർക്കല അറിയപ്പെടുന്ന ഒരു അമ്പലമുണ്ട്, അറിയോ? അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ജാതി, ഒരു മതം, ഒരു മനുഷ്യൻ, ദൈവത്തെ. അങ്ങനെയല്ലേ? തീർച്ചയായും. അപ്പോൾ പാടിക്കോളൂ. ഏത് പാട്ടൊന്നും കാര്യമില്ല, ഏത് പാട്ടും പാടാം. ഏത് മതത്തിലുള്ളവർക്കും എന്ത് ചെയ്യാം? സംകരിക്കാം. ഓക്കെ, തീർച്ചയായും. താങ്ക് യു. വൈകുമ്പോൾ വാടും വയൽ പൂ പോലെ സോളമാനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായി മകൻ സാരമില്ല. കുശവൻ കുഴച്ചറം മണ്ണാണ് ഞാൻ, കുടമോ കൂജയോ തന്നിച്ചയം. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ കൊട്ടത മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽ പൂ പോലെ ചോളമാനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മയും സാരമില്ല. ഒരിക്കൽ കൂടി ഈ ഒരു പാട്ട് ആലപിച്ചതിന് നന്ദി. അപ്പോൾ ഒരു ചെറിയ സമ്മാനമുണ്ട്, അതൊരു ഏറ്റുവാങ്ങിക്കണം. നേരത്തെ വന്ന ആൾ മുന്നോട്ട് വരണം കേട്ടോ. നേരത്തെ വന്ന ആ ഒരു ആൾ മുന്നോട്ട് വരണം. ഇനിയുള്ള അവസരം എനിക്ക് തരാതിരിക്കാൻ പറ്റില്ല. 3 വട്ടം കാണിച്ച മനസ്സാണ്. വന്നോളൂ. ഹലോ ഹലോ, വന്നോളൂ. പേര് പറയണം. സമ. എവിടെ നിന്നാണ് വരുന്നത്? പള്ളിക്കൽ. 3 വട്ടവും വന്നിട്ട് പിറകിലോട്ട് ഞാൻ പറഞ്ഞു വിടേണ്ടി വന്നു. പക്ഷേ ഈ ഒരു ധൈര്യം ഈ ഒരു വേദിയിൽ, അല്ലെങ്കിൽ മറ്റൊരു വേദി, മറ്റൊരു അവസരം, മറ്റൊരു വലിയ സമ്മാനം തീർച്ചയായും ലഭിക്കും. പിന്നെ മുന്നോട്ട് തള്ളിവിട്ട ആ ഉമ്മയ്ക്ക് 1000 നന്ദി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എടുക്കാൻ കേട്ടോ. എന്തായാലും ചെയ്യണം. ദയവ് ചെയ്ത് എന്തായാലും ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം. ഇവിടെ നിന്ന് ഈ വേദിയിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചാൽ, ഒരു പേടി മാറ്റിയിട്ട് പോകാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. എന്താണ്? മന്നാടിയാർ. മമ്മൂട്ടിക്കുള്ള സമയമാണ്. മന്നാടിയാർ. ഡയലോഗ് കേട്ടായിരുന്നു. ഞാൻ രാമനോ ശൂദ്രനോ വൈശ്യനൊന്നുമല്ല. ഭരിക്കാൻ നിനക്കും. പക്ഷേ രണ്ടിലും മണ്ണാടിയാർക്ക് ഭയമില്ല. ഒരുങ്ങിയിരുന്നോ നീ? ഓക്കെ അല്ലേ? മമ്മൂട്ടിയെ പറ്റിയില്ലെങ്കിലും ഇത് കാണിച്ചിട്ട് ആ സ്ലോ മോഷൻ നടത്തുമെങ്കിലും എനിക്ക് എന്ത് ചെയ്യണം? നരണം കേട്ടോ. ഡയലോഗ് പറഞ്ഞില്ലെങ്കിലും എന്ത് ചെയ്യാം? കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ശ്രമിച്ചു നോക്കാം. ശ്രമങ്ങളാണ് ഒരു മനുഷ്യനെ എവിടെ എത്തിക്കുന്നത്? വിജയങ്ങളിൽ എത്തിക്കുന്നത്. ഓക്കെ, എന്തായാലും ട്രൈ ചെയ്യുക. തോൽവിയിൽ നിന്ന് മാത്രമാണ് വിജയം ആരംഭിക്കുന്നത്. ഓക്കെ, നമുക്കൊന്നൊരു സൗണ്ട് കേൾക്കാം. ഓക്കെ, റെഡി? 1 2 3. കൈ. നല്ലൊരു കയ്യിൽ കൊടുക്കണം ഇവിടെ കൂടി നിൽക്കുന്നവർ ചേർന്ന്. തീർച്ചയായും. താങ്ക് യു. മന്നാടി സ്ലോ മോഷൻ നടത്താം. തിരിച്ചു കയറി വന്നുള്ളൂ. മമ്മൂട്ടി തിരിച്ചു കയറി വരൂ. ഗിഫ്റ്റ് വാങ്ങിയിട്ട് പോവാം. തിരിച്ചു കയറി വരൂ മമ്മൂട്ടി, തിരിച്ചു കയറി വരൂ. ഓക്കെ, താങ്ക് യു. ഈ സമ്മാനം ഒരിക്കലും ഇത് കാണിച്ചതിനോ ഇതിനോ ഒന്നുമല്ല. മുന്നോട്ട് വരാൻ 3 വട്ടം മുന്നോട്ട് വരാൻ കാണിച്ച മനസ്സിനാണ് ഈ ഒരു സമ്മാനം. ദയവ് ചെയ്ത് ആ ഒരു കോൺഫിഡൻസ് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. തീർച്ചയായും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ലൈഫിൽ എനേബിൾ ചെയ്യുക. താങ്ക് യു. അടുത്ത ആരാണ്? ഇതാ, ഒരു പ്രായത്തിൽ നമ്മൾ ബഹുമാനിക്കണം. ഏറ്റവും പ്രായമുള്ള മക്കൾ, കുഞ്ഞു മക്കൾ, പ്രായമുള്ളവർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും തരാം. ചേട്ടൻ തീർച്ചയായും അവസരം തരാം. ഒരു അമ്മ പ്രായത്തിന് ബഹുമാനം കൊടുക്കണം. പ്രായത്തിന് മൂത്തൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മാറി കൊടുക്കണം. പേര് പറയൂ. എൻ്റെ സുലോചനമായി ഈ പ്രായത്തിൽ ഈ ഒരു വേദി പങ്കിടാനും ഈ വേദിയിൽ കയറി വരാൻ കാണിച്ച മനസ്സ് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെയുള്ള പ്രായത്തിൽ ഈ വേദി പങ്കിടാൻ കാണിച്ചു, അമ്മയോടൊപ്പം വേദി പങ്കിടാൻ കാണിച്ച എൻ്റെതും ഭാഗ്യം. എവിടെ നിന്നാണ് വരുന്നത്? മണമ്പൂരിൽ നിന്ന് വരുന്ന കല്ലമ്പലം കഴിഞ്ഞിട്ടുള്ള അതിമനോഹരമായ വയലും ഒക്കെ ഉള്ള നല്ല അതിമനോഹരമായ സ്ഥലമാണ് അല്ലേ? അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കണോ അതോ ഇതെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റും? എനിക്ക് ഉത്തരമാണ് അറിയേണ്ടത്. ഏതെടുക്കാൻ പറ്റും? ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖം താഴും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആവശ്യത്തിലാവും. ഏത് വേണം?
ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം മതി എന്ന് പറഞ്ഞ് എന്റെ തല താഴും. പക്ഷെ ഇതിൽ ഉള്ള ഒരു സ്ലിപ്പ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും കോൺഫിഡൻസ് ആവും. ഏതാണ്? ഇതെടുക്കട്ടെ, എടുക്കാം. ഓക്കെ, നല്ലൊരു കയ്യിൽ കൊടുക്കണം. തീർച്ചയായും ഈ പ്രായത്തിലും ആ ഒരു കാണിച്ച മനസ്സിന് നല്ലൊരു കയ്യിൽ ഒരെണ്ണം എടുക്കും. ഒരൊറ്റ ഒരെണ്ണം എടുക്കാം. ദൈവം നോക്കട്ടെ, കുഴപ്പമില്ല. കൂടെ വന്നിരിക്കുന്ന ആരാണ് അമ്മ? കൂടെ വന്നിട്ടുള്ള ആരാണ്? മോള്. അമ്മയും മോളുമുള്ള ഓപ്പൺ ഗണ്ണം സ്റ്റൈൽ എന്ന് പറയുന്ന ഡാൻസ് നമുക്ക് കളിക്കാം. തീർച്ചയായും അവർക്ക് പറ്റില്ല, ഞാനും ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഞാനുണ്ട് കൂടെ കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് നിൽക്കണം. ഒരു മനുഷ്യൻ നിലയിൽ ഒറ്റയ്ക്ക് നിൽക്കണം. ആരെയും സഹായം പാടില്ല. ഒറ്റയ്ക്ക് ചെയ്യാൻ കാണിക്കുന്ന മനസ്സ്, അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡാൻസിനുള്ള സമയമാണ്. പാട്ട് വരാൻ. റെഡി? 1 2 3 സ്റ്റാർട്ട്. കൈയൊക്കെ ഇങ്ങനെ വെച്ചോളൂ. കൈയ്യിൽ വെച്ചോളൂ. ഓക്കെ, ഇവിടെ കൂടിയിരിക്കുന്നവർ ചേർന്ന് ദയവ് ചെയ്ത് ഒരു കൈയ്യടി കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ വെച്ചോളൂ അമ്മ. കൈ ഇങ്ങനെ വെച്ചോളൂ. ഓക്കെ, താങ്ക് യു. ഈ പ്രായത്തിലും ഈ വരാൻ കാണിച്ച മനസ്സിനും മുന്നോട്ട് വരാൻ കാണിച്ച മനസ്സിനുമാണ് ഈ ഒരു സമ്മാനം. താങ്ക് യു. മതി. താങ്ക് യു. ചേച്ചി എന്തായാലും തകർത്തു കളഞ്ഞു കേട്ടോ. ഈ പ്രായത്തിൽ ഇങ്ങനെ കാണിച്ച മനസ്സാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ഒരു സമ്മാനം മോളോട് വന്നോളൂ. മോക്കൂടെ ഒരു സമ്മാനം ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത ഇവിടെ ചേച്ചി ഇതോടെ കൊച്ചുങ്ങളുണ്ട് 2 പേര്. നിങ്ങൾക്കാണ് അടുത്ത ചാൻസ് കേട്ടോ. പേര് പറയണം. തങ്കം എന്ന് പറയുന്ന അതിമനോഹരമായ പേര്. തങ്കം എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സ്വർണത്തിന് വേണ്ടിയിട്ടാണ്. സ്വർണത്തെക്കാൾ വലുതായിട്ടുള്ള സ്വർണത്തെക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഈ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ചോദ്യം ചോദിക്കാം. ഓക്കെ, ചോദ്യം എൻ്റെ പൊന്നി, എനിക്കതാണ് വേണ്ടത്. ഓക്കെ, എടുത്തോളൂ ചേച്ചി, എനിക്കതാണ് വേണ്ടത്. ചോദ്യം വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞല്ലോ, അത് മതി. കൽപ്പന ചേച്ചി അകാലത്തിൽ പൊലിഞ്ഞു പോയ, ഏറെ ബഹുമാനിക്കേണ്ട, ഒറ്റയ്ക്ക് ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ വന്ന് ഒറ്റയ്ക്ക് സ്ത്രീ കഥാപാത്രത്തെ പോരാടി സ്ത്രീകൾക്ക് മുന്നിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മനോഹരമായി മറക്കാൻ പറ്റാത്ത ഒരു മുഖം നൽകിയ ആളാണല്ലേ. അപ്പോൾ ഡയലോഗ് വരട്ടെ. കൽപ്പന ചേച്ചിയുടെ ഡയലോഗ് പ്ലേ ചെയ്യണം. ഡയലോഗ് നമുക്ക് കേട്ടു നോക്കാം. ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ സമഭാവനയോട് പെരുമാറാനാണ് ബിന്ദുവിനെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്റെ അച്ഛന്റെ കുത്തുകൾക്കൂടെ തങ്കം പെട്ടു അല്ലേ കൽപ്പന ചേച്ചിയുടെ. ഇതിപ്പോ ആരെയൊക്കെ നോക്കി അങ്ങോട്ടും നോക്കി വിളിക്കല്ലേ കേട്ടോ. ചേട്ടന്മാരൊക്കെ നിൽക്കുകയാണ്, തറയിൽ നോക്കി വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ഡയലോഗ് ഒന്നുകൂടെ ചേച്ചിക്ക് കേട്ടോളൂ. കൽപ്പന ചേച്ചിയുടെ കോമഡി പരമായിട്ടുള്ള അതിനൊരു ഇതിനൊരു സാങ്കല്പികം, ഒരു ഗെയിം ഷോ ആയി, രസകരമായ ഗെയിം ഷോ ആയി മാത്രം കാണുക. ഓക്കെ അല്ലേ ചേച്ചി? തങ്കം ചേച്ചി ചെയ്യാൻ പറ്റില്ലേ? പറ്റും. വേണമെങ്കിൽ എന്നെ ചീത്ത വിളിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. വേറെ ആരെയും നമുക്ക് ചീത്ത വിളിക്കണം കേട്ടോ. ചിലർക്ക് വിഷമമാവും. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ കൽപ്പന ചേച്ചി വേദിയിലേക്ക് കയറിക്കോളൂ. കൽപ്പന പോകരുത്. ഇവിടെ ചോദിക്കേ. വെള്ളം ആരാ തുറന്നിട്ടേക്കുന്ന ഇവിടെ? അടയ്ക്കണം കേട്ടോ, പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, വന്നോളൂ കൽപ്പന, വന്നോളൂ. തങ്കം വന്നോളൂ. ഒരു ചെറിയ സമ്മാനമുണ്ട്. ഏറെ സന്തോഷം. മുന്നോട്ട് വരാൻ കാണിച്ച മനസ്സിനും ഈ പ്രായത്തിൽ ഈ വേദി പങ്കിടാൻ കാണിച്ച മനസ്സിനും 1000 നന്ദി. അപ്പോൾ 2 കൊച്ചു മക്കൾ കുറേ നേരമായി. ഇനി നിങ്ങൾക്ക് അവസരം തന്നില്ലെങ്കിൽ എനിക്ക് വിഷമം വരും. ഓക്കെ, പേര് പറയണം. സൂര്യ. ദൈവമേ, പവർഫുൾ നെയിം. ഓക്കെ, രോഹിത്, ആദിൽ. ഓക്കെ, അപ്പോൾ 3 പേർക്ക് ഇത് വേണോ അതോ ചോദ്യം മതിയോ? ഇത് മതി. ഓക്കെ, എടുത്തോളൂ. ഒരെണ്ണം എടുത്തോളൂ. 3 പേർക്കും കൂടി ഒരെണ്ണം. 3 പേർക്കും കൂടി ഒരെണ്ണം എടുത്ത്. ഒരാളെടുത്താൽ മതി. ഒരാളെടുത്താൽ മതി. ഒരാളെടുത്തു. നമുക്കിത് നോക്കാം. ജഗതി. ഓക്കെ, ജഗതി മതി. ഞാൻ നീ കിടക്കട്ടെ. ജഗതി മതി. ജഗതിയുടെ സൗണ്ട് പ്ലേ ചെയ്യൂ. ജഗതിയുടെ സൗണ്ട്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.
രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. അപ്പോൾ ആരാണ് ജഗതി? 3 പേരിൽ ആരാണ് ജഗതി? അപ്പോൾ ആദ്യം ജഗതി നമുക്ക് അവസരം കൊടുക്കാം അല്ലേ? അപ്പോൾ ജഗതിക്ക് കാണാനുള്ള ഒരു അവസരം വേദി ഒന്ന് ഒഴിവഞ്ഞു കൊടുക്കുക. ഓക്കെ, ജഗതി റെഡി? 1 2 3 സ്റ്റാർട്ട്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, ജഗതി പോയി കേട്ടാ, ജഗതി പോയി, പാടുന്നതിനിടയ്ക്ക് ജഗതി പോയി. ഡയലോഗ് പറയണം. ജഗതി എവിടെ പോണു? റീത്ത്, ആ. ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവ ദൈവമേ, എന്താണ്? എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ. ഒന്നുകൂടെ ചെയ്യോ? മനസ്സിലായില്ല. രാത്രികൾ റീൽസ് ചെയ്യാൻ അറിയോ? റീൽസ്? ഓക്കെ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഒന്ന് ജഗതിയാവാം. ഓക്കെ, സൗണ്ട് ഇട്ടോളും, കണ്ടോളും. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധന, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ ഇങ്ങനെ അഭിനയിച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ജഗതി. ഓക്കെ, വൺസ് മോർ ജഗതി. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധന, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ. ഓക്കെ ജഗതി, ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയ്യടി കൊടുക്കണം കേട്ടോ. നല്ലൊരു കൈയ്യടി പറഞ്ഞ പോലെ ചെയ്തേനെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജഗതി ആവണോ? വേഗം സമ്മാനം മതിയോ? സമ്മാനം തരാം കേട്ടോ. ഇനി എത്രയോ പേര് നമുക്ക് മത്സരിക്കാൻ നിൽക്കുന്നു. 3 സമ്മാനങ്ങൾ കൊടുക്കണം. സമ്മാനം തീർന്നിട്ടില്ല. അടുത്ത റൗണ്ട് സമ്മാനങ്ങൾ ഇപ്പോൾ കാർന്നെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മേടിച്ചോളൂ. അടുത്ത സമ്മാനങ്ങൾ, വലിയ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ വെള്ളം കുടിച്ചിട്ടൊക്കെ വരപ്പോഴേ സമ്മാനങ്ങൾ. അടുത്ത ആരാണ് മുന്നോട്ട്? വന്നോളൂ, മേടിച്ചോളൂ. ഇത് മേടിച്ചോളൂ. ഒരാൾ മേടിച്ചോളൂ. ആണുങ്ങളെ വിളിക്കാന്നില്ലേ? ദയവ് ചെയ്ത് എന്തായാലും സ്ഥലം ഒന്ന് അറേഞ്ച് തരണം. ഓക്കെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാൻ ഇങ്ങനെ കൂടി നിൽക്കുന്നതാണ് കേട്ടോ. ഓക്കെ, പേര് പറയണം. ധനുഷ്. ദർശന എന്ന് പറയുന്നതിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? ദർശനമുള്ളവൾ, ദർശിക്കുന്നവൾ ആണോ? ദർശനമുള്ളവളാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും എടുത്തേ. അനിയൻ ചേട്ടനോ ആണോ? ചേട്ടനോ അനിയത്തിയോ ആണോ? ഓക്കെ, വേറെ ഓക്കെ, എടുത്തോളൂ. എന്താണ്? മലയാളം വായിക്കാൻ അറിയില്ല. ഞാനും നീയും. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയുടെ 3 നെഗറ്റീവും അതേപോലെ ചേട്ടന്റെ 3 പോസിറ്റീവും പറഞ്ഞു. ഓക്കെ, ആര് നെഗറ്റീവ്? സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഇവിടെ വന്നപ്പോൾ പങ്കെടുക്കാനായിട്ട് വന്നതാണ് അല്ലേ? ഇവിടെ സ്ഥലം എവിടെയാണ്? മലയും കീഴ് എന്ന് പറയുന്ന ട്രിവാൻഡ്രത്ത് ഏറ്റവും മനോഹരമായ സ്ഥലമാണ് അല്ലേ? മലയും കീഴ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മാക്കി നീ കിടക്കട്ടെ. ഞാൻ ചെറിയ ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാമല്ലോ. ചോദിക്കാം. കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരിക്കും? അല്ല, സ്വപ്നമാണ് ഏറ്റവും വലിയ കാര്യം. ഈ സ്വപ്ന വിശുദ്ധ ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരാൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ കലാം. എന്താണ് പറഞ്ഞത്? സ്വപ്നം കാണുന്നതല്ല, ആ ഒരു സ്വപ്നം കാരണം നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞതാണ് APJ അബ്ദുൽ കലാം കേട്ടോ. സ്വപ്നങ്ങൾ എല്ലാവർക്കും കാണാൻ പറ്റും. പക്ഷെ ഏതെങ്കിലും ഒരു സ്വപ്നം എന്ത് ചെയ്യണം? യാഥാർത്ഥ്യമാക്കാൻ കൂടി ശ്രമിക്കണം. സ്വപ്നങ്ങൾ മാത്രം കണ്ടാൽ പോരാ കേട്ടോ. അപ്പോൾ തീർച്ചയായും 2 സമ്മാനങ്ങൾ എടുക്കാൻ ആൾ പോയിരിക്കുകയാണ്. അപ്പോൾ സമ്മാനം ഇപ്പോൾ കൊണ്ടുവരും കേട്ടോ. തീർച്ചയായും സമ്മാനങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. അമ്മയ്ക്ക് സമ്മാനം മേടിച്ചു കൊടുക്കില്ലേ? അതാണ് ഏറ്റവും വലിയ കാര്യം. അമ്മമാർ എന്തെങ്കിലും പറഞ്ഞാൽ ആര് സാധിച്ചു കൊടുക്കണം? നമ്മൾ സാധിച്ചു കൊടുക്കണം. നമുക്ക് 10-20 വർഷം തന്നെങ്കിൽ അവർ കിടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ അവർ അവസാന ഘട്ടത്തിൽ 1 വർഷമോ 2 വർഷമോ ആയിരിക്കും മക്കൾ എന്ന നിലയിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റണ്ടേ? 20 വർഷം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ 1 വർഷം ആർക്ക് തിരിച്ചു കൊടുക്കണം? മാതാപിതാക്കൾക്ക് തീർച്ചയായും കൊടുക്കണം. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഈ 2 പേരും സാഗർ ഏലിയാസ് ജാക്കി ആവുന്നതായിരിക്കും. അപ്പോൾ സൗണ്ട് കേൾക്കാൻ ജാക്കിക്കുള്ള സൗണ്ടാണ് വരാൻ പോകുന്നത്. തീർച്ചയായും വന്നോളൂ. അപ്പോൾ ആരാണ് ജാക്കി ആവുന്നതിന്? 2 പേരും ജാക്കി ആവാൻ പറ്റില്ല. ഒരാൾ പേര് ചോദിക്കണം. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കണം. മോള് പേര് ചോദിച്ചാൽ മതി. ചേച്ചി ജാക്കി, സാഗർ ഏലിയാസ് ജാക്കി ആവും അല്ലേ? അപ്പോൾ ആദ്യം തന്നെ മോഹൻലാലിൻ്റെ ഫിഗർ കയറിക്കോളൂ. ഫിഗർ ഒരു 60 ഡിഗ്രി ചരിക്കുക. പിന്നെ എപ്പോഴും കൈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുക. എന്താ മോളെ എന്ന് പറഞ്ഞിട്ട് കൈ ഷോൾഡർ ഒന്ന് ഇങ്ങനെ ആക്കുക. ഓക്കെ, റെഡി? ഓക്കെ, ജാക്കിക്ക് വരാനുള്ള 2 പേരും എല്ലാവരും ഒന്ന് സൈഡ് കൊടുക്കണം. സാഗർ ഏലിയാസ് ജാക്കിക്ക് വരാനുള്ള 2 പേർക്കും വരാനുള്ള ഒരു സ്ഥലം ഒന്ന് അനുവദിച്ചു കൊടുക്കണം. ഓക്കെ, ജാക്കിക്കുള്ള സമയമാണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ,
പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. ഇപ്പോ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. ഗുഡ് നെയിം സാഗർ ഇലിയാസ് ജാക്കി. നടന്നോളൂ ജാക്കി, നടന്നോളൂ. സ്ലോ മോഷൻ നടന്നു. പെല്ല് നടന്നു പോകും. അതേപോലെ തന്നെ തിരിച്ച് ജാക്കി തിരിച്ചു കയറി വരൂ. താങ്ക് യു. നല്ലൊരു കൈയടി കൊടുക്കണം. അമ്മയ്ക്ക് വേണ്ടിയിട്ട് സാഗർ ഇലിയാസ് ജാക്കിയെ രണ്ടുപേർക്കും നല്ലൊരു സമ്മാനം കൊടുക്കണം. രണ്ടുപേർക്കും തീർച്ചയായും നല്ലൊരു 2 സമ്മാനം കൊടുക്കണം. അപ്പോൾ നേരത്തെ വന്ന ചേട്ടന്മാർ ആരെങ്കിലും മുന്നോട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. ചേട്ടന്മാർ, കുട്ടികൾ മാത്രം പോരെ, ചേട്ടന്മാരെ വിളിക്കാൻ പറഞ്ഞായിരുന്നു. ചേട്ടൻ ഓക്കെ ചേട്ടാ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നാക്കുളുക്കാതെ പറയേണ്ടി വരും. ശ്രമിച്ചു നോക്കണം. പരിശ്രമങ്ങൾ എന്നും വിജയിക്കും. അപ്പോൾ ഞാൻ പറയാം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ പോയി. ഇത് ടഫാണെന്നുണ്ടെങ്കിൽ പറയും, ചിലപ്പോൾ ചീത്തയെ പോകും. അതുകൊണ്ട് ശ്രീരാമമൂർത്തിയുടെ മൂത്ത മകൻ ശ്രീകൃഷ്ണമൂർത്തി. ഇനി ഇതും ടഫാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട. അത് ചേട്ടനെ അറിയാവുന്നതില്ലേ. ഞാൻ വേറൊരെണ്ണം പറയാം. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളില്ല, മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. ഇതിലേത് പറയും? ശ്രീരാമമൂർത്തിയുടെ ആയാലോ? ഓക്കെ, ശ്രീരാമമൂർത്തിയുടെ മൂത്ത മകൻ ശ്രീകൃഷ്ണമൂർത്തി. കൊടുക്കട്ടെ, മൈക്ക് തരട്ടെ. അത് അന്തിക്ക് കുന്തി ദേവിയാണോ? അല്ലെങ്കിൽ വേറൊന്നുണ്ട്, പച്ച തെച്ചിക്കോലി പറ്റിയ ചെത്തി ചേറ്റിൽ പൊഴുത്തി. അത് വേണോ? വേണ്ട, അത് ടഫാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ശ്രീരാമമൂർത്തിയുടെ മൂത്ത മകൻ ശ്രീകൃഷ്ണമൂർത്തി. ഓക്കെ, ഇവിടെ മുന്നോട്ട് പറയണം. നമുക്ക് എല്ലാവരും കാണട്ടെ, ചേട്ടനെയും എല്ലാവരും കാണട്ടെ. ഓക്കെ. ഹലോ, ആദ്യമായിട്ട് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ ചങ്കയ്ക്ക് എല്ലാവരും ഒന്ന് ഹാപ്പി ഓണം പറയണം. ഓക്കെ. ശ്രീരാമമൂർത്തിയുടെ മൂത്ത മകൻ ശ്രീകൃഷ്ണമൂർത്തി. ഇനി നിർത്താൻ പറഞ്ഞോളൂ. ശ്രീരാമകൃഷ്ണമൂർത്തിയുടെ മൂത്ത മകൻ. രാമനും കൃഷ്ണനും എല്ലാവരും ഒറ്റ വാക്കിൽ വന്നു. ശ്രീരാമമൂർത്തിയുടെ മൂത്ത മകൻ ശ്രീകൃഷ്ണമൂർത്തി. മൂത്ത മകൻ ശ്രീകൃഷ്ണമൂർത്തി. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയ്യടി കൊടുക്കണം. ഓക്കെ, ചെറിയൊരു സമ്മാനം അത് ഏറ്റുവാങ്ങിക്കാം. അടുത്ത വന്നോളൂ, പേര് പറഞ്ഞോളൂ. കുറെ നേരം കൊണ്ട് ഇവിടെ നിൽക്കുന്നവരാണ്. ദൈവത്തിൽ വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. പേര് പറയണം കേട്ടോ. പേര് പറയണം. അഞ്ജന. താങ്ക് യു. എവിടെ നിന്നാണ് വരുന്നത്? ആലപ്പുഴ. ദൈവം അതിമനോഹരമായ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് കേരളത്തിലെ? ഏറ്റവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് ആലപ്പുഴയാണ് അല്ലേ. എന്ത് മഴ വന്നാൽ പേടിക്കണം അല്ലേ? ഏത് മഴ വന്നാലും വെള്ളം കയറാറുണ്ടോ വീട്ടിൽ? ചെറുതായിട്ട്. ഓക്കെ, തീർച്ചയായും. അപ്പോൾ ഇന്ന് പറഞ്ഞെടുത്തേ രണ്ടുപേരും ചേർന്ന് ഒരെണ്ണം എടുക്കാം. എന്താണെന്ന് നമ്മൾ നോക്കാം. റാംവാക്ക്. ദൈവമേ, പറ്റിയ വേദി, പറ്റിയ സ്ഥലം. ആദ്യം അറിയാലോ, ഫാഷൻ ഷോയെ കണ്ടുള്ളത്. ഇങ്ങനെ പോവുക, ഇങ്ങനെ പോയി നിന്നിട്ട് ഇങ്ങനെ ആക്കുക. ആണുങ്ങളാണെങ്കിൽ കാഷ്വൽ വാക്ക് മാത്രം, ഇത് മാത്രമേ വരത്തുള്ളൂ. ലേഡീസ് ആണ് എന്ത് ചെയ്യണം? ഇത് കൊടുക്കുക, പോസ്റ്റർ കൊടുക്കുക. റെഡിയല്ലേ? അറിയാലോ, കണ്ടിട്ടുള്ളല്ലേ? ഓക്കെ. അപ്പോൾ ഫാഷൻ ഷോയ്ക്കുള്ള റാം വാക്കിനുള്ള സ്ഥലം അനുവദിച്ചു കൊടുക്കണം. റാം വാക്ക് ചെയ്യാനുള്ള സ്ഥലം, റാം വാക്കിനുള്ള മ്യൂസിക് പോരട്ടെ. റാം വാക്ക്. ഓക്കെ, രണ്ടുപേരും മുന്നോട്ട് നിന്നോളൂ. റാം വാക്ക് ചെയ്യാനുള്ള സ്ഥലം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, നല്ലൊരു കയ്യടി ഇവിടെ കൂടി നിന്നവർ കൊടുക്കണം. ചേർന്ന് നല്ലൊരു കയ്യടി. ഓക്കെ, തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ നിൽക്കുന്നവർ കൂടെ കാണിച്ചു കൊടുക്കൂ. ഓക്കെ, തിരിച്ച് അങ്ങോട്ട് കാണിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അത് കാണിച്ച മനസ്സിനും മുന്നോട്ട് വരാൻ കാണിച്ച മനസ്സിനും സ്ത്രീകൾ എന്ന നിലയിൽ ഏറ്റവും വലിയ സന്തോഷം. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ? ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ഓക്കെ, ചോദിക്കാം. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാമിനെ കുറിച്ച് അറിയാം. ഏറ്റവും കൂടുതൽ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ മലയാളികൾ, സിനിമാക്കാരെ ഒരു ന്യൂസ് വന്നു, ഒരു അലിഗേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു? മുല്ലപ്പെരിയാർ അവിടെ കിടക്കട്ടെ, മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ എന്തോ ആരെ പിറകെ പോയി, നമുക്കത് നോക്കാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് വ്യൂസ് യൂട്യൂബിലും വാങ്ങിച്ചു കൊടുത്തു. എല്ലായിടത്തും ഇപ്പോൾ സിനിമാക്കാരേ ഉള്ളൂ. മുല്ലപ്പെരിയാറിന്റെ താഴെ കിടക്കുന്ന ആലപ്പുഴക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആലപ്പുഴ കാണോ? മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആലപ്പുഴ എന്ന് പറയുന്ന അതിമനോഹരമായ ആ ഒരു സ്ഥലം കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ആ ഒരു ഡാം നിർമ്മിച്ച ലെജൻഡറി ആയിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ പേരെന്താണ്? ഒരു ബ്രിട്ടീഷുകാരനാണ്. ആ ബ്രിട്ടീഷുകാരന്റെ പേരെന്താണ്? ചേട്ടാ, ഡാൻസ് കളിക്കേണ്ടി വരും, വിളിച്ച് പറയരുത്. ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ചേട്ടൻ തന്നെ പറയണം. ഓക്കെ, അവസാനം കുക്കിൽ അവസാനിക്കില്ല ചേട്ടാ. പറഞ്ഞോട്ടെ, പറഞ്ഞോളൂ. ബെനിക്യൂക്ക് എന്ന് പറയുന്ന ബെനിക്യൂക്ക് എത്ര വട്ടം ആ ഡാം നിർമ്മിച്ചു? ബെനിക്യൂക്ക് എന്ന് പറയുന്ന ആ ബ്രിട്ടീഷുകാരൻ എത്ര വട്ടമാണ് ആ ഡാം നിർമ്മിച്ചത്? അതെ, വർഷങ്ങളല്ല, 2 വട്ടം നിർമ്മിച്ചിട്ട് ഫെയിലായിപ്പോയി.
പക്ഷേ 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 മൂന്നാമത്തെ വട്ടം സ്വന്തം വീട്, കൊട്ടാരം ഇതെല്ലാം വിറ്റ് സ്വന്തം പൈസയ്ക്കാണ് ആ ഡാം നിർമ്മിച്ചത്. ഓക്കെ, നല്ലൊരു സമ്മാനം ഈ രണ്ടുപേർക്ക് നൽകുന്നു. ചേട്ടനോടൊരു സമ്മാനം ഉണ്ട് കേട്ടോ, അതുകൂടെ ഏറ്റവും വാങ്ങിക്കണം. ഡാൻസ് കളിക്കണ്ട. ആ കുട്ടിയെ കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഡാൻസ് കളിപ്പിക്കാൻ പറയുന്നത്? തീർച്ചയായും ആ സമ്മാനം മേടിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി ചേട്ടനാണ് ചോദിച്ചത്. ഈ ഗെയിം ഷോ തുടങ്ങിയപ്പോൾ ചോദിച്ചത് ചേട്ടനെയാണ്. അപ്പോൾ ഇത് 100 എണ്ണം എടുത്തേ ചേട്ടാ. ഇത്രയും ധൈര്യം കാണിച്ചാൽ നിങ്ങൾ എന്നെ വിളിക്കൂ, എന്നെ പ്രായമുള്ളവരെ വിളിക്കൂ, കുട്ടികളെ മാത്രം വിളിക്കൂ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഓക്കെ. കാക്ക എന്ന് പറയുന്ന ജഗദീഷിന്റെ പുറത്ത് കാക്ക എന്തിടപ്പോഴാണ് ഈ ഡയലോഗ് വരുന്നത്? കാക്ക തൂറിയപ്പോൾ ആ ഡയലോഗ് കേൾക്കാം. ഡയലോഗ് എന്നിട്ടോളൂ. ഇൻ ഹരി കർണകർ എന്ന് പറയുന്ന ആ കോമഡി സീൻ നമുക്കിവിടെ ചേട്ടൻ ചെയ്യും. അത്രേ ഉള്ളൂ. അതെ, അഭിനയിച്ചാൽ മതി. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. നല്ലൊരു കൈ കൊടുക്കണം. ഇവിടെ നിന്ന് ചേർന്നവർ നല്ലൊരു കൈ കൊടുക്കണം. അവസരങ്ങൾ മുന്നോട്ട് ചോദിച്ചു വന്ന ആളാണ്. നല്ലൊരു സമ്മാനം തന്നെ കൊടുക്കണം തീർച്ചയായും. അപ്പോൾ ഈ ഒരു മനസ്സ് കാണിച്ചതിനും മുന്നോട്ട് വരാൻ കാണിച്ച മനസ്സിനും ഏറെ നന്ദി, താങ്ക് യു. അപ്പോൾ ഇനി കുട്ടികൾക്കുള്ള സമയമാണ്. ഓക്കെ, മോളെ ഒന്ന് വിളിച്ചോട്ടെ. വിളിക്കാം, എല്ലാവരെയും വിളിക്കാം കേട്ടോ. പേര് പറഞ്ഞോളൂ. കാർത്തിക. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4 അല്ലേ? 4ാം ക്ലാസ് പഠിക്കും. കാർത്തികയുടെ കൂടെ ആരാണ് വന്നത്? ഇങ്ങ് വന്നേ, അമ്മ ഇങ്ങ് വന്നേ. അമ്മ മാത്രം മോളെ അല്ലല്ലോ പറഞ്ഞു വിടാളെ, അമ്മയല്ലേ ഒരാളെ. മുന്നോട്ട് വരണം, നാണിക്കരുത് കേട്ടോ. മുന്നോട്ട് ഞാനല്ലേ വിളിക്കുന്നത്. ധൈര്യമായിട്ട് വന്നോളൂ. ചെറിയ ചോദ്യം വന്നോളൂ. അമ്മയും മോളും തന്നെ വന്നോളൂ. പേടിക്കരുത് കേട്ടോ. ദയവ് ചെയ്ത് ആരെയും പേടിക്കരുത്, ഒരു മനുഷ്യനെയും പേടിക്കരുത്. മുന്നോട്ട് വരാൻ മനസ്സ് കാണിക്കണം കേട്ടോ. ഈ വേദിയിൽ നിന്ന് പേടി മാറിയാൽ മറ്റൊരു വേദി, മറ്റൊരു അവസരം തീർച്ചയായും ലഭിക്കും. ഇനി ആരെങ്കിലും വിളിച്ചാൽ എന്ത് ചെയ്യണം? മുന്നോട്ട് ചെല്ലണം കേട്ടോ. പേടിക്കുകയും ചെയ്യരുത്. പ്രായം ഇറ്റ്സ് ജസ്റ്റ് എ കൗണ്ട് എന്ന് പറയും. ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ, വെറും നമ്പർ മാത്രമാണ്. അപ്പോൾ ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ചെറിയൊരു ചോദിക്കാം. കണക്ക് ക്ലാസ്സിലെ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട 2 പേരുകളുണ്ട്. ഏതൊക്കെയായിരിക്കും? കണക്ക് ക്ലാസ്സിലെ മാഷിന് ഇഷ്ടപ്പെട്ട 2 പേരുകൾ ഏതൊക്കെയായിരിക്കും? അമ്മയ്ക്കായിരിക്കും കൂടുതൽ ആ ഒരു 80s 70s പഠിച്ചവർക്കായിരിക്കും അത് നന്നായിട്ട് അറിയുന്നത്. ലൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണ മലയാളം വാക്ക്, ഡോട്ടിൻ്റെ പൂർണ്ണ മലയാളം വാക്ക് എന്തായിരിക്കും? ഒരു വാക്ക് വേണേൽ ഞാൻ പറഞ്ഞുതരാം. ഒരു പേര് ഞാൻ പറയാം, രേഖ. അപ്പോൾ ഡോട്ടിന് എന്ത് പറയും? എന്താണ് പറഞ്ഞു? അവിടെ ആരോ വിളിച്ചു പറഞ്ഞ ആൾ ആരാണെന്ന് ഞാൻ കണ്ടിരുന്നെങ്കിൽ പറഞ്ഞ് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. എനിക്കൊരു ഡാൻസ് ആണ്. അങ്ങ് കൊണ്ടുവരും. കൂട്ടുകാരെ കൊണ്ടുവരും. പൊക്കി കൊണ്ടുവരും. ഓക്കെ. ബിന്ദു ജേക്കയുമാണ് കേട്ടോ. നല്ലൊരു സമ്മാനം കൊടുക്കണം. വന്നോളൂ, ചിരിച്ചുകൊണ്ട് വന്നൊരു ഡാൻസ് കളിക്കാം. ആ പാട്ടൊന്നിട്ട് കൊടുക്കൂ. നല്ലൊരു പാട്ട്. ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയിലെ കമലഹാസന്റെ ഒരു അടിപൊളി ഗാനം. ഡാൻസ് കളിച്ചിട്ട് പോകാൻ പറ്റില്ല കേട്ടോ. വേദി അങ്ങനെയാണ്. വന്നോളൂ. ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. വന്നോളൂ. ഇന്ത്യൻ താത്ത വന്നു. ഇന്ത്യൻ താത്തയ്ക്കുള്ള സ്ഥലം കൊടുക്കൂ. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് വഴി കൊടുക്കൂ. വന്നോളൂ. കളിച്ചോളൂ. ഡാൻസ് കളിക്കാൻ വാങ്ങിക്കണം കേട്ടോ. ഞാൻ തന്നതാണ്, വാങ്ങിച്ചോളൂ. കളിച്ചോ. കളിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു. കളിച്ചോളൂ. ലാസ്റ്റ് ആയിട്ട് കളിച്ചോളൂ. ഞാൻ കളിക്കുന്നുള്ളൂ. മതി, പോരാ. കളിച്ചോളൂ. ഇനി ഉത്തരം വിളിച്ചു പറയരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്ത്യൻ താത്തയ്ക്ക് സമ്മാനം കൊടുത്തു വിടൂ. കമലഹാസന് സമ്മാനം കൊടുക്കൂ. അപ്പോൾ അടുത്ത ആരാണ്? ദൈവമേ, ഇത്രയും പേരിൽ ഞാൻ ആരെ വിളിക്കും ഞാൻ? കുട്ടികളെ നമുക്ക് തൽക്കാലത്തേക്ക് കുട്ടികൾക്കൊന്ന് അവസരം കൊടുത്ത് നമുക്ക് മുതിർന്നവരെ വിളിക്കാം അല്ലേ? കുട്ടികളെ വിടുന്നവർ ദയവ് ചെയ്ത് പാരൻസ് ആയിട്ട് വരിക. പാരൻസിനെ കൂട്ടി അമ്മേനെയും കൂട്ടി പെട്ടെന്ന് അമ്മേനെ വിളിച്ചുകൊണ്ട് പോവാ കേട്ടോ. അമ്മേനെയൊക്കെ വിളിച്ചുകൊണ്ട് പോവാം. പെട്ടെന്ന് അമ്മേനെയും അച്ഛനും അമ്മയ്ക്കും പണി കൊടുക്കാം. അമ്മേനെ വിളിച്ചുകൊണ്ട് പോകുന്നു. എക്സ്ക്യൂസ് മീ. ഓക്കെ, തീർച്ചയായും. അമ്മ പേര് പറയണം. നിത്യ. മോളെ പേരെന്താണ്? അഷ്ടമി. ദൈവമേ, അമ്മേനെയൊക്കെ വലിച്ച് ഇഴച്ചു കൊണ്ടുവരണം കുട്ടികളല്ലേ? തീർച്ചയായും അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ചോദ്യം വേണോ അതോ ഇതെന്ന് പറയണം, എടുക്കണോ? എന്തായിരിക്കും? എടുക്കാം. ഓക്കെ, തീർച്ചയായും നല്ലൊരു കൈ കൊടുക്കണം. ഇവിടെ നിൽക്കുന്നവർ ചേർന്ന് നല്ലൊരു കൈയടി കൊടുക്കണം. ഏറ്റവും വലിയ കാര്യം ഒരു അമ്മയും മകളും കടന്നു വരിക. അതൊക്കെ എടുത്തതാണ്. വേറെ എടുക്കാം. നമുക്ക് വേറെ ഒന്നും നോക്കാൻ പാടില്ല. നോക്കാതെ എടുക്കണം കേട്ടോ. ദൈവമേ, അടുത്തതും ഡാൻസ്. എനിക്ക് ഡാൻസ് കളിച്ചിട്ട് ഉൾപ്പെടെ ചെട്ടികുളങ്ങര ഡാൻസ് എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ ആ ഡാൻസ് ഒന്ന് ഇടൂ. മോഹൻലാലിന് വേണ്ടി ആര് കളിക്കും? അമ്മയ്ക്ക് വേണ്ടി മോൾ കളിക്കില്ലേ? ഓക്കെ, തുടങ്ങിക്കോളൂ. നല്ലൊരു കൈ. ഇവിടെ ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ചേർന്ന് നല്ലൊരു കൈ കൊടുക്കണം.
കഴിഞ്ഞില്ല, ലാസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നല്ലൊരു സമ്മാനമുണ്ട്, അത് ഏറ്റുവാങ്ങിക്കണം. അപ്പോൾ ആരാണ് അടുത്ത അമ്മയും കൊണ്ട് വന്നിരിക്കുന്നത്? മോളെ ഒന്ന് വിളിച്ചോട്ടെ, പാവം, ദൈവം ചെയ്ത് ഒന്ന് വിളിച്ചോട്ടെ, പാവം. ഇത്ര കുറേ നേരമായി ചേട്ടാ എന്നെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു. മോളെ പേരെന്താണ്? പൂർവജ. ഈ പ്രായത്തിലും ഏറ്റവും കുറഞ്ഞ ആൾ കൂടിയാണ് പൂവർജ അല്ലേ? പൂവർജ കയറി വരാൻ കാണിച്ച മനസ്സിന് 1000 നന്ദി. പൂവർജ, ചോദ്യം വേണോ അതോ ഇന്ന് ഒരെണ്ണം എടുക്കണോ? എടുക്കാം. ഓക്കെ, തീർച്ചയായും ഒരെണ്ണം എടുത്തോളൂ. ഒരെണ്ണം എടുത്തോളൂ. തള്ളൽ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് പൂർവജ നമുക്ക് എല്ലാവർക്കും വേണ്ടി നുണ പറയുന്നതായിരിക്കും കേട്ടോ. മൈക്ക് തരട്ടെ, കള്ളം പറയോ? ഞാൻ പണ്ട് അമേരിക്കയിലായിരുന്നെന്ന് പറയണം. റെഡിയല്ലേ? പറഞ്ഞോളൂ, കള്ളത്തരം പറഞ്ഞോളൂ. എന്താണ് പാൻറ്റിന്റെ വള്ളിയൊക്കെ പിടിച്ച് എന്താണ് കാണിക്കുന്നത്? അങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ. പറഞ്ഞോളൂ. ഒരു പാട്ട് പാടുമെങ്കിൽ പാട്ട് പാടാം. ഓക്കെ, പാട്ട് പാടാം കേട്ടോ, അറിയാവുന്ന കാര്യമാണ്. പാട്ട് കേൾക്കാം. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കണം. ഇവിടെ നിൽക്കുന്നവർ ചേർന്ന് നല്ലൊരു കൈ അടിച്ചോളൂ. ഓക്കെ, താങ്ക് യു. പോട്ടെ, കുഴപ്പമില്ല, ഒന്നുകൂടെ. നല്ലൊരു കൈ അടിച്ചത്, നല്ലൊരു കൈ കൊടുക്കണം. താങ്ക് യു. നല്ലൊരു സമ്മാനം കൊടുക്കണം. ഇനി ദയവ് ചെയ്ത് എനിക്ക് ഇത്രയും ഇച്ചിരി സ്ഥലം തരണം. എനിക്ക് ഇച്ചിരി സ്ഥലം തരാൻ പറ്റും. ഇച്ചിരി സ്ഥലം, എനിക്കൊന്ന് സ്ഥലം. ഇനി ഡാൻസ് ഒക്കെ മോനെ വിളിക്കാം. ഇച്ചിരി സ്ഥലം തരാൻ പറ്റും. ഇച്ചിരി സ്ഥലം എനിക്ക് ഇച്ചിരി സ്ഥലം തരാൻ പറ്റുമെങ്കിൽ സ്ഥലം. വർക്കല പോലീസ് സ്റ്റേഷനിലെ നല്ലവരെ ഉദ്യോഗസ്ഥർ എനിക്ക് കുറച്ച് സ്ഥലം അറേഞ്ച് തരാനുണ്ടാവും തീർച്ചയായും. അപ്പോൾ ആദ്യം ഞാൻ വിളിക്കാം. കുട്ടികളെ വിടുന്നവർ ദയവ് ചെയ്ത് മുതിർന്ന ആൾക്കാർ കൂടി വരണം. ഓക്കെ, വിളിക്കാം. മോനെ വിളിക്കാം കേട്ടോ. പേര് പറയണം. നന്ദന. എവിടെ നിന്നാണ് വരുന്നത്? അയിരൂര്. പോവരുത് കേട്ടോ. അയിരൂര് അറിയാലോ. ഇതൊന്ന് ഒരെണ്ണം എടുത്തോളൂ. നന്ദന 2 പേര് ചേർന്ന് ഒരെണ്ണം എടുത്തോളൂ. എന്ത് ചെയ്താലും ഇവിടെ ചെയ്യേണ്ടി വരും. എന്താണ്? മെൻഷൻ യുവർ ചാങ്. ആരാണ് കൂടെ വന്നിരിക്കുന്നത്? അപ്പോൾ ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പണി എൻ്റെ അടുത്ത് പറഞ്ഞു. ഏത് വേണമെന്ന് പറഞ്ഞു. ഏത് പറഞ്ഞാലും ഞാൻ കൊടുക്കാം. ഏത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. ഏത്? ഡാൻസ് കൊടുക്കട്ടെ? പാട്ട് കൊടുക്കാം അല്ലേ? പാട്ട് പാടാൻ പറ്റുന്ന ആളായിരിക്കും. പാട്ട് പാടാൻ ആളുന്ന ആൾക്ക് പാട്ട് പാടാൻ കൊടുക്കരുത്. അറിയാത്ത കാര്യം പണി കൊടുക്കും. മെൻഷൻ യുവർ. ഡാൻസ് കൊടുക്കാം. ഓക്കെ, ഡാൻസിനുള്ള സമയമാണ്. ഡാൻസിനുള്ള അവസരം, സ്ഥലം തരൂ. ഡാൻസിനുള്ള വേദി തരൂ. ഡാൻസ് കാണാനുള്ള വേദി തീർച്ചയായും ദയവ് ചെയ്ത്. ഓക്കെ, നല്ലൊരു പാട്ട് തന്നെ ഇട്ട് കൊടുക്കണം. നല്ലൊരു പാട്ട്. ഓക്കെ, റെഡി? 1 2 3 ഡാൻസ്. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കണം കേട്ടോ. മെൻഷൻ യുവർ ചങ്ക്. കളിച്ചോളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നല്ലൊരു സമ്മാനം. ഈ 2 പേർക്കും സമ്മാനം കൊടുത്തോളൂ. വന്നോളൂ, മുന്നോട്ട് വന്നോളൂ. മോനെ വിളിക്കാം. കൊച്ചുകുട്ടികൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. കൊച്ചുകുട്ടികളാണെങ്കിൽ പാരൻസിനെയും കൊണ്ട് വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. കൊച്ചുകുട്ടികൾ വരുമ്പോൾ. ഓക്കെ, ഇപ്പോൾ വിളിക്കാം. പേര് പറയണം. അബ്ദുള്ള. എവിടെ നിന്നാണ് വരുന്നത്? കല്ലമ്പലം. ഓക്കെ, അബ്ദുള്ള, ചോദ്യം ഇതാണ്. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന അതിമനോഹരമായ ഡാമിൽ നിന്നുള്ള വെള്ളം എന്തായാലും മലയാളികൾക്ക് കിട്ടാറില്ല. ആ ഒരു ഡാമിലെ വെള്ളം ചെല്ലുന്ന 2 സ്ഥലങ്ങളുണ്ട്. തമിഴ്നാട്ടിലെ അതിമനോഹരമായ 2 സ്ഥലങ്ങൾ. ആ സ്ഥലത്തു നിന്നാണുള്ള മുന്തിരികൾ, ഓറഞ്ച് എന്നിവ ഇവിടെയുള്ള മലയാളികൾ കഴിക്കും. ആ സ്ഥലം ഏതാണ്? ഏറ്റവും മനോഹരമായിട്ടുള്ള മൂന്നാർ പോകാൻ പറ്റിയ സ്ഥലമാണ്. അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും, തമിഴ്നാട്ടിലുള്ള എല്ലാ ഒട്ടുമിക്ക സ്ഥലത്തും ആ വഴി തന്നെ പോകാൻ അവസരം കിട്ടിയാൽ പോകണം. ഏറ്റവും മനോഹരമായ പാടങ്ങളാലും കൃഷിയിടങ്ങളാലും മനോഹരമായ സ്ഥലം ഏതൊക്കെയാണ്? ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ ഞാൻ പറയാം. കമ്പം എന്ന് പറയും 1.
കമ്പം 2 കമ്പം തേനി എന്ന് പറയുന്ന അതിമനോഹരമായ റൂട്ടിൽ കൂടെ പോയിട്ടുണ്ടോ അബ്ദുള്ള? പോയിരിക്കണം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു വട്ടമെങ്കിലും ചാൻസ് കിട്ടിയാൽ കമ്പം തേനി വഴി മൂന്നാറിൽ പോയിരിക്കണം. ഏറ്റവും മനോഹരമായ സ്ഥലമല്ലേ? ഏറ്റവും മനോഹരമായ യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലേ? പറ്റുവാണെങ്കിൽ ബൈക്കിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. അബ്ദുള്ളയ്ക്ക് ഒരു ചെറിയ സ്നേഹ സമ്മാനമുണ്ട്, അത് ഏറ്റുവാങ്ങിക്കാം. ദയവ് ചെയ്ത് കുട്ടികൾ മുന്നോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക. കുട്ടികൾ മാത്രമായി പോകുന്ന ഗെയിം ഷോയിൽ കുട്ടികൾ മാത്രമായി പോകുന്നു. അതുകൊണ്ട് പ്രായമായവർക്ക് കൂടി കടന്നു വരാനുള്ള അവസരം. മക്കളെ, അമ്മേനെയും അച്ഛനെയും വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. ദയവ് ചെയ്ത് ചേച്ചിനെ വിളിക്കാം, ഇപ്പോൾ വിളിക്കാം. ഓക്കെ, പേര് പറഞ്ഞത് അമ്മയും മോനെത്തിയിട്ട് പേര് പറഞ്ഞു. രോഷ്നി. എവിടെ നിന്നാണ് വരുന്നത്? കടയ്ക്കാവോ? കടയ്ക്കാവുണ്ട് എന്താണ് ഒരു പ്രത്യേകത പറയാൻ പറ്റുമോ? പറ്റില്ല. അമ്മയ്ക്ക് അറിയാൻ പറ്റുന്ന വെച്ചേ അലിസുഖു എന്തോ പാറയുടെ പേര് പറഞ്ഞു. എന്തിനാ കേടായ പാറ? ഏതോ ജഡായി പാറയാണോ? അത് അവിടെയല്ല ചേട്ടാ, അത് ചടയമംഗലമാണ്. ഓക്കെ, കുഴപ്പമില്ല. കടയ്ക്കാവുള്ള പ്രത്യേകത പറഞ്ഞു എനിക്ക് ഇവിടെ പോവാളൂ. പറഞ്ഞു തന്നാൽ മാത്രമേ സമ്മാനമുള്ളൂ. ഇതിനുള്ള സമ്മാനം വരത്തില്ല. എടുത്തോളൂ, ഒരെണ്ണം എടുത്തോളൂ. അപ്പോൾ ഈ അമ്മയ്ക്കും മോക്കും മുന്നോട്ട് വരാൻ കാണിച്ച മനസ്സിന് നല്ലൊരു എന്താണ് മക്കളെ? നാക്കുളുക്കാതെ, ഞാൻ പറയുന്ന കാര്യം നാക്കുളുക്കാതെ എന്ത് ചെയ്യണം? ഇവിടെ പറയണം കേട്ടോ. അപ്പോൾ ചെറുത് തന്നെ ആയിക്കോട്ടെ. എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഉരുള ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ. ഉരുള മുതിര ഉരുളയെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഉരുളയാക്കിയതാണ്. ഉരുള ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ. പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഓക്കെ, കേൾക്കാം. ഒന്നുകൂടെ. ഉരുള ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ. അമ്മയുടെ അടുത്തുള്ളത് ചോദിച്ചു നോക്കാം. രണ്ടും ഉരുളും ഇങ്ങനെയാണെങ്കിൽ അല്ലേ? ഓക്കെ, നല്ലൊരു കൈ കൊടുത്ത് ഇവിടെ നിന്ന് ചേർന്ന് നിൽക്കുന്നത് നല്ലൊരു കൈ കൊടുക്കണം. അപ്പോൾ രണ്ടുപേർക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം. അപ്പോൾ കുറെ നേരമായി അല്ലേ? ഇത്രയും നേരം ക്ഷമ കാണിച്ചതിനും ഇത്രയും നേരം സമാധാനം കാണിച്ചതിനും ആദ്യം ഒരു നന്ദി പറയുകയാണ്. ക്ഷമയുള്ള ആളും ക്ഷമ കാണിക്കുന്ന ആളും വിജയിക്കും. തീർച്ചയായും ഒരു വേദി, മറ്റൊരു അവസരം തീർച്ചയായും ലഭിച്ചിരിക്കും. ക്ഷമ മനുഷ്യനെ ഉന്നതങ്ങളിൽ എത്തിക്കും. അപ്പോൾ ഇന്ന് ഒരെണ്ണം എടുത്തോളൂ മോനെ. ഒരെണ്ണം എടുക്കണം. ഒരെണ്ണം എന്താണെന്ന് നമുക്ക് നോക്കാം എന്തായിരിക്കുമെന്ന്. ഇന്ത്യൻ 2 എന്ന് പറയുന്ന നേരത്തെ ഉത്തരം വിളിച്ച് പറഞ്ഞ ആ ചേട്ടൻ കളിച്ച ഡാൻസ് വീണ്ടും ഇവിടെ കളിക്കേണ്ടി വരും കേട്ടോ. പറ്റില്ല എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഞാൻ ശ്രമിച്ചു നോക്കാമെന്നേ പറയാവുള്ളൂ. പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസരങ്ങൾ ചാൻസുകൾ നിന്നും ഒന്നും കിട്ടില്ല. പക്ഷെ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിജയിക്കാനെങ്കിലും 1% എന്തുണ്ട്? ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? പരിശ്രമിച്ച് നോക്കാം. ആരെന്ത് ചോദിച്ചാലും എന്നെ കൊണ്ട് അറിയില്ല, പറ്റില്ല എന്ന് പറയരുത്. ഞാൻ ശ്രമിച്ചു നോക്കാമെന്നേ പറയുള്ളൂ കേട്ടോ. തീർച്ചയായും ഞാനും ഹെൽപ്പ് ചെയ്യാം. ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയിലെ ഡാൻസിനുള്ള സമയമാണ്. തീർച്ചയായും വേദി ഒരുക്കി തരിക. നല്ലൊരു ഡാൻസ് കാണണം പ്ലീസ്. ദയവ് ചെയ്ത് കമലഹാസനെ ഒരു നല്ലൊരു ഡാൻസ് കാണാം. ഓക്കെ, ഇന്ത്യൻ താത്തയ്ക്കുള്ള സമയമാണ്. ഇന്ത്യൻ താത്തയ്ക്കുള്ള മ്യൂസിക് പ്ലേ ചെയ്യൂ. നല്ലൊരു കയ്യിലെടുക്കും. ഇവിടെ ചേർന്ന് നിൽക്കുന്നവർ നല്ലൊരു കയ്യിലെടുക്കും. once more. താങ്ക് യു. പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ഇപ്പം എന്തായി? പറ്റിയില്ലേ? അതാണ് ചാൻസ് കിട്ടിയാൽ, അവസരങ്ങൾ കിട്ടിയാൽ എന്ത് ചെയ്യണം? പറ്റിയില്ലെങ്കിലും ശ്രമിച്ചു നോക്കണം. നല്ലൊരു സമ്മാനം ദയവ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു സമ്മാനം. വന്നോളൂ, രണ്ടുപേരും മുന്നോട്ടുള്ള വന്നോളൂ. 1 മിനിറ്റ് കേട്ടോ, പോകരുത്, വെയിറ്റ് ചെയ്തോളൂ. ഇവൻ ഡാൻസ് കളിക്കുമെന്നാണ്. അച്ഛൻ്റെ പേരെന്താണ്? സുനി. മോൻ്റെ പേരെന്താണ്? അബി. ഞാൻ പറഞ്ഞുകൊണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നതാണോ? അച്ഛനും മോനുമുള്ള ഡാൻസ് തന്നെ ആവാല്ലേ? അപ്പോൾ ഈ അച്ഛനും മോനുള്ള സമ്മാനം വർക്കല പോലീസ് സ്റ്റേഷനിലെ നല്ലവരായ ഉദ്യോഗസ്ഥരിൽ നിന്നും തന്നെ അവിടുത്തെ പേഴ്സണൽ സ്റ്റാഫ് കൂടിയായ ബിജു സാറിൻ്റെ കയ്യിൽ നിന്ന് ഏറെ അഭിമാനത്തോടെ മേടിക്കാം. ബിജു സാർ നമുക്ക് 2 വർഷത്തോളം 3ാമത്തെ അവസരം നിന്നാണ് വർക്കല പാപനാശം പൗരസമിതി എടുത്ത് പറയേണ്ടതാണ്. ഇവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 നന്ദി പറയണം. സാർ ഒന്ന് മുന്നോട്ട് കടന്നു വരണം. ഈ അച്ഛനും മകനുമുള്ള ഏറെ ബഹുമാനത്തോടെ ആ ഒരു സമ്മാനം നൽകണം. അപ്പോൾ നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കണം. അച്ഛനും മകൻ്റെ ഒരു നല്ലൊരു ഡാൻസ് നമുക്ക് ഈ ഒരു വേദി അരങ്ങേറി വേണം. എനിക്കൊന്ന് സ്ഥലം തരാൻ പറ്റുമെങ്കിൽ തീർച്ചയായും തരണം.
ഓ ആ കൈയടിച്ചോളൂ. മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ഈ അച്ഛനും മകനും നല്ലൊരു കൈയ്യടി കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ പാട്ട് വീണ്ടും പ്ലേ ചെയ്യാം. ഓക്കെ, വൺസ് മോർ. ഒന്നുകൂടെ പവർഫുൾ ആക്കിയേ. ആ ഓക്കെ, താങ്ക് യു. അച്ഛൻ്റെ 2 സ്റ്റെപ്പ് ഞാൻ കണ്ടില്ല. അച്ഛൻ്റെ 2 സ്റ്റെപ്പ് കാണിച്ചേ. അച്ഛൻ കൈ തട്ടൂടി താത്തിട്ടു, എന്നിട്ട് ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തേ. അച്ഛൻ്റെ 2 സ്റ്റെപ്പ് മോൻ നിർത്തുക. ഇനി അച്ഛൻ പാട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്യും. പാട്ട് വൺസ് മോർ. ഒന്നുകൂടെ അച്ഛനെ കളിക്കാൻ ഞാൻ വിടത്തില്ല. പാട്ട് മ്യൂസിക് വൺസ് മോർ. ഓക്കെ, ഒന്നുകൂടെ കുറച്ചുകൂടെ നമുക്ക് ആ ഫാസ്റ്റ് ലൈൻ മതി. ഫാസ്റ്റ് ചേട്ടാ, ഇത് മാത്രം മതി കേട്ടോ. ശിവശംഭു അല്ലേ? ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, സാർ മുന്നോട്ട് വരണം. ആ സമ്മാനം കൊടുക്കാൻ മുന്നോട്ട് വരണം. നിർത്തരുത്. സാർ വന്നോളൂ. കളിച്ചോളൂ. കൈ വെച്ചോളൂ. ഓക്കെ, ശിവശംഭു പാടിയില്ലേ? ഓക്കെ, അപ്പോൾ സാർ വന്നോളൂ. സാർ നല്ലൊരു സമ്മാനം സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങിക്കണം. ഏറെ അഭിമാനകരമായ നിമിഷം. വർക്കല പോലീസ് സ്റ്റേഷനിൽ നല്ലവരായ ഉദ്യോഗസ്ഥർക്കും വർക്കല പോലീസ് സ്റ്റേഷനിലെ പൗരസമിതി ഉദ്യോഗസ്ഥർ, വർക്കല പാവനാശത്തെ ടൂറിസം വകുപ്പ്, ലൈഫ് ഗാർഡുകൾ എന്നിവർക്ക് 1000 നന്ദി. വന്നോളൂ. ആരാണ്? സുനിൽ. എവിടെ നിന്നാണ് വരുന്നത്? നഗരൂർ എന്നല്ലേ? ഈ പ്രായത്തിൽ വരാൻ കാണിച്ചത് സാറ് വിളിച്ചാലും ആര് വിളിച്ചാലും ഇതേപോലെ എന്ത് ചെയ്യണം? ആര് വിളിച്ചാലും എന്ത് ചെയ്യണം? മുന്നോട്ട് വരണം കേട്ടോ. തീർച്ചയായും താങ്ക് യു പറഞ്ഞതിന് നന്ദി. അപ്പോൾ നല്ലൊരു ഡാൻസിനുള്ള നല്ലൊരു പാട്ട് കൊടുക്കും. നല്ലൊരു ഡാൻസ് നമുക്ക് കാണാം. ഈ കൂടി നിൽക്കുന്നവർ ബേക്കിൽ നിൽക്കുന്നവർ കൂടി കാണാനുള്ള അവസരം ഒന്ന് ഒരുക്കി കൊടുക്കണം. നല്ലൊരു ഡാൻസിനുള്ള സമയമാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഫ്ലവേഴ്സ് എന്ന് പറയുന്ന എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു വേദിയിൽ കയറി ഡാൻസ് കളിച്ച് അല്ലെങ്കിൽ നല്ലൊരു വേദി സമ്മാനിച്ചിട്ടുള്ള ഒരു കൊച്ചുമിടിക്ക് കൂടിയാണ്. കണ്ടയിലും പരിചയപ്പെട്ടതിലേക്ക് ഏറെ സന്തോഷം. ഈ വേദിയിലും വരാൻ കാണിച്ച മനസ്സിനാണ്. ഈ ഒരു വേദി തന്നെയാണ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മറ്റൊരു വേദി ഒരു മനുഷ്യന് സമ്മാനിക്കുന്നത്. അതിന് കാണിച്ച മനസ്സിനിരിക്കട്ടെ ഈ ഒരു സമ്മാനം. താങ്ക് യു. ഓക്കെ, അപ്പോൾ കുറേ നേരമായിട്ട് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. എൻ്റെ മകളെ ഒന്ന് വിളിക്കൂ എന്ന് പറയുന്ന ഒരു അമ്മയുടെ മനസ്സ് ഞാൻ കാണാതെ പോകാൻ പാടില്ല. ഈ പ്രോഗ്രാം തുടങ്ങി 10-20 മിനിറ്റ് പിന്നിടുന്നു. ആ ഒരു അമ്മയുടെ വേദന ഞാൻ കാണുകയാണ്. വന്നോളൂ. ക്ഷമ കാണിച്ചതിനും മകളെ മുന്നോട്ട് പറഞ്ഞുവിടാൻ കാണിക്കുന്ന ആ മാതാപിതാക്കളുടെ മനസ്സിനേറെ നന്ദി. ഈ ഒരു വേദിയിൽ നിന്ന് ആ അമ്മയുടെയും മകളുടെയും സ്റ്റേജ് ഫിയർ അഥവാ സ്റ്റേജിനെ പറ്റിയുള്ള പേടി, മറ്റുള്ളവർ എന്നെ എന്ത് വിചാരിക്കും, എന്നെക്കുറിച്ച് എന്ത് കരുതും എന്ന് വിചാരിച്ചിരിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. ആരെന്തൊക്കെ എന്നെക്കുറിച്ച് വിചാരിച്ചാലും ഒന്നുമില്ല എന്ന് വിചാരിച്ച് ഒരു വേദിയിൽ കയറി വരുന്ന ആൾക്കാർ തീർച്ചയായും അമ്മയ്ക്ക് ഈ മകളെ 5 വർഷം കഴിഞ്ഞ് മറ്റൊരു വേദി മറ്റൊരു അവസരത്തിൽ കാണാൻ പറ്റിയ ഈ വാക്കോർത്തിരിക്കുക. പേര് പറഞ്ഞോളൂ. ശിവരുദ്ര എന്ന് പറയുന്നത് രണ്ടും ശിവന്റെ രുദ്രഭാഗത്തെ
രുദ്രരൂപത്തെ ഉപയോഗിക്കുന്ന പേരാണ് കേട്ടോ, ശിവരുദ്ര. പേരിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം. അമ്മയുടെ പേരെന്താണ്? നിമിഷ. ഓക്കെ. അപ്പോൾ ഇതിൽ കിടന്നിരിക്കുന്ന പണികളെല്ലാം ഇത്ര പെട്ടെന്ന് ഒരു വേദിയിൽ തീരുന്ന വർക്കല ബീച്ചിലാണ്. അത് ആദ്യമായാണ് സംഭവിക്കുന്നത്. 20ഓളം പണിപ്പെട്ടികൾ ഞങ്ങൾ കൊണ്ടുവന്നതിൽ 20ഉം കഴിഞ്ഞു. പക്ഷേ ഞാൻ തരാം. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ഡാൻസാണോ പാട്ടാണോ? ഡാൻസാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അല്ലേ? അപ്പോൾ ഡാൻസിനായിരിക്കും ഇനി ഈ ഒരു വേദി കൂടുതലും അരങ്ങൊരുങ്ങുന്നത്. അതിനുവേണ്ടി ഈ ഒരു കൂടി നിൽക്കുന്നവർ ദൈവം എല്ലാവർക്കും ഉള്ള സമ്മാനം ഞാൻ തന്നിട്ട് ചേട്ടാ തീർച്ചയായും ഒരു സ്ഥലം തന്നാൽ കാണാൻ എല്ലാവർക്കും നല്ലൊരു അവസരം കിട്ടും. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. എല്ലാവരും ഇത് കൈ നിങ്ങനെ കാണിച്ചു കൊടുത്തേ. ആ ഓക്കെ, താങ്ക് യു. മതി കേട്ടോ. നല്ലൊരു സമ്മാനം ഈ അമ്മയ്ക്കും മകൾക്കും സമ്മാനിക്കണം. ഇനി ഈ 2 പേരെ വിളിച്ചാൽ അടുത്തത് ഈ മകനെ തന്നെ വിളിക്കും കേട്ടോ. ഈ 2 പേർ ഒരുപാട് നേരം കൊണ്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ വിളിക്കാം കേട്ടോ. ഓക്കെ, പേരെന്ന് പറയണം. ഇത്ര നേരം ക്ഷമ കാണിച്ചതിന് ഒരു നന്ദി. പേര് പറഞ്ഞോളൂ. കേട്ടില്ല. ഷിജി. ശ്രീതു. എവിടെ നിന്നാണ് വരുന്നത്? സ്ഥലം വിളിക്കാം, അടുത്ത് തന്നെ വിളിക്കാം. എവിടെയാണ്? ചെറുനീർ. വർക്കലയുടെ ഏറ്റവും അതിമനോഹരമായ സ്ഥലമാണ് ചെറുനീർ അല്ലേ? വെള്ളിയാഴ്ച കാവക്ക അറിയുക. വെള്ളിയാഴ്ച കാവക്ക ഞാൻ വന്നിട്ടുള്ള സ്ഥലമാണ്. അതിമനോഹരമായ സ്ഥലമാണ്. ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഷാപ്പൊക്കെ ഉണ്ടല്ലേ? 2 ഷാപ്പുകൾ അല്ലേ? ഓക്കെ, തീർച്ചയായും. അപ്പോൾ ചോദ്യം വേണോ അതോ എന്താണ്? ഇതിലുള്ളതെല്ലാം കഴിഞ്ഞു. എന്നാൽ ഞാൻ ഒരു അവസരം തരാം. 3 വിരലുകൾ അതിലേതെങ്കിലും ഒന്ന് തൊട്ടാലും മതി. ആ പറഞ്ഞ കാര്യം ഇവിടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 3 വിരൽ ആര് വേണമെന്ന് ചൂസ് ചെയ്യാം. ഏത് വേണമെന്ന് തൊട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം പ്ലേ ചെയ്യും. ആ കാര്യം എന്ത് ചെയ്യണം? ആരും എന്ത് ചെയ്യണം? നിങ്ങൾ 2 പേരും ചേർന്ന് ഇവിടെ ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന അസൈൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്റ്റാഫിന് അവസരം കൊടുത്തിരിക്കണം. അസൈൻ 2 പേർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡയലോഗ് പ്ലേ ചെയ്യൂ. KNK ഓട്ടോമൊബൈൽസ് ഉണ്ട്, താമരശ്ശേരി ചുരമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ പപ്പുവിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാം. പ്ലേ ചെയ്യൂ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. നമ്മൾ ഇഞ്ചിന് തവിട്. അപ്പൊ ആരാണ് പപ്പു ആവുന്നത്? ഞാനാവാം. അപ്പൊ പപ്പുവിനുള്ള സ്ഥലം കൊടുക്കൂ, പപ്പുവിനുള്ള വേദി കൊടുക്കൂ. പപ്പുവിനുള്ള ഒരു കൈലി ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ പപ്പുവിനുള്ള അവസരം കുറച്ചുകൂടെ. ഓക്കെ, റെഡി? 1 2 3 ഒന്നുകൂടെ പ്ലേ ചെയ്യൂ. അസൈൻ ഒന്നുകൂടെ ആ സൗണ്ട് നോക്കി. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. നമ്മൾ ഇഞ്ചിന് തവിട്. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റെയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. നമ്മൾ ഇഞ്ചിന് തവിട്. നല്ലൊരു കൈഡി കൊടുക്കും. നല്ലൊരു കൈയടി. തീർച്ചയായും നല്ലൊരു കൈഡി. ഏറ്റവും ഭംഗിയായി ചെയ്തു കേട്ടോ. പേരെന്നൂടെ പറയണം. ഷിജി. ഞാൻ പറയുകയാണ്, ഞങ്ങൾ വർഷത്തിൽ 45ഓളം പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് ചെയ്യുന്നതാണ്. അതിൽ പപ്പുവിനെ ഈയിടെയായി ഏറ്റവും നന്നായി ചെയ്തത് ആരാണ്? ഇപ്പൊ ചെയ്ത ആരാണ്? ഓക്കെ, തീർച്ചയായും നല്ലൊരു കൈ കൊടുക്കണം കേട്ടോ. ഏറ്റവും നന്നായിട്ട് ചെയ്ത. ഇനി 2ാമത്തെ ആൾക്കുള്ള അവസരമാണ് കേട്ടോ. 2ാമത്തെ ആൾക്കുള്ള അവസരത്തിനുള്ള വോയിസ് അസൈൻ. പ്ലീസ് പ്ലേ ഓൺ ഇറ്റ്. കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഇത്രയും ഡീറ്റെയിലായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. കുട്ടിക്ക് മലയാളം അറിയാം. അവ റെഡിയല്ലേ? ഓക്കെ, ഒന്നുകൂടെ സൗണ്ട് ഒന്നുകൂടെ പ്ലേ ചെയ്യണം. കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഇത്രയും ഡീറ്റെയിലായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. കുട്ടിക്ക് മലയാളം അറിയാം. ഓക്കെ, റെഡിയല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഇത്രയും ഡീറ്റെയിലായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. കുട്ടിക്ക് മലയാളം അറിയാം. നല്ലൊരു കൈയടി കൊടുക്കണം. ഈ 2 പേർക്കും നല്ലൊരു കൈയടി സമ്മാനിക്കണം. ആ ഒരു 2 സമ്മാനങ്ങളും ഏറ്റവും ഈ ഒരു വേദി പങ്കിട്ടേരും മുന്നോട്ട് വരാൻ കാണിച്ച മനസ്സിന് നന്ദി. മോനെ, ഈ ഒരു കൊച്ചു മോനെ ഞാൻ ഇവിടെ നിർത്തിക്കോളൂ. എല്ലാവർക്കും കാണണം. ഓക്കെ, ഈ അച്ചാച്ചന് കാണിച്ച മനസ്സ്, അച്ചാച്ചൻ എന്നും ഈ മോനെ മുന്നോട്ട് തന്നെ ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. ഏറെ നന്ദി, സന്തോഷം. ഏത് പാട്ടാണ് പാടുന്നത്?
ആട് പാമ്പേ എന്ന് പറയുന്ന ഞാൻ എടുത്തോളാം, വന്നോളൂ. ഓക്കെ, പാടിക്കോളൂ. നല്ല കിട്ടത്തില്ല. ഓക്കെ, പാടിക്കോളൂ. നല്ലൊരു കൈര് കൊടുക്കും. ഇവിടെ നിൽക്കുന്ന ചേർന്ന് എല്ലാവരും ചേർന്ന് നല്ലൊരു കൈര് കൊടുക്കണം. എത്ര വയസ്സുണ്ട് മോൻ? എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട് മോന്? 3 വയസ്സ് മാത്രം പ്രായമുള്ള മോനാണ്. അപ്പൊ ഈ ഒരു സമ്മാനം ഇരിക്കട്ടെ. ഏറെ സന്തോഷം, ഏറെ കണ്ടതിൽ വേറെ സന്തോഷം. അച്ഛന് ഒരു സന്തോഷം കേട്ടോ. ഓക്കെ, ഒരു പാട്ട് ഞാൻ എല്ലാവരെയും വിളിക്കാം. ദേശീയ പ്രായമുള്ളവരെ വിളിക്കൂ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അടി കൂടുന്നുണ്ട്. ബ്രേക്ക് വേണം, സമ്മാനം തീർന്നു അല്ലേ? അപ്പോൾ ഞാൻ ഈ പാട്ടൂടെ കേട്ടിട്ട് നമുക്ക് സമ്മാനം കൊടുക്കാം. ചേട്ടൻ വെയിറ്റ് ചെയ്യണം കേട്ടോ, സമ്മാനം എടുക്കണം. പേര് പറഞ്ഞോളൂ. ദൈവമേ, ഇത്രയും പ്രായം കുറഞ്ഞ 2 വയസ്സ് എൻ്റെ വേദിയിൽ വരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് ഈ ഒരു കൊച്ചുമകൻ. വർഷമായി വർക്കല പൗരസമിതിയോടൊപ്പം ചേർന്ന് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ അവസരമൊരുക്കി തന്ന ആ ഒരു ഉദ്യോഗസ്ഥനെ കയ്യിൽ നിന്ന് തന്നെ ആ ഒരു സമ്മാനം ഏറ്റുവാങ്ങിക്കാം. താങ്ക് യു, ഏറെ സന്തോഷം. ഏറ്റവും പറയുന്നത് ടാറ്റ കൊടുത്തേ സാറിന്, ടാറ്റ കൊടു. പേടിച്ചിരിക്കും, പോലീസ് മാമാരെ പേടിക്കണ്ട. പോലീസുകാർ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തു തരാറുള്ളൂ. മക്കളെ ഒന്ന് ദയവ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഗിഫ്റ്റുകൾ വരട്ടെ. ഗിഫ്റ്റുകൾ വന്നിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ കാണുന്നതായിരിക്കും. ഒരു 5 മിനിറ്റ്. സ്ത്രീകൾ എങ്ങോട്ടാണ് ഇപ്പോഴത്തെ കാലത്ത്? എങ്ങോട്ടാണ് വന്നത് സൗമ്യ? എങ്ങോട്ടാണ് വന്നത്? മുന്നോട്ടാണോ ബാക്കിലോട്ടാണോ സൗമ്യ? മുന്നോട്ടാണ് വരുന്നത്. ദയവ് ചെയ്ത് ബാക്കിലോട്ടെന്ന് പറയും. മുന്നോട്ടാണ് വരാനുള്ളത്. തീർച്ചയായും മുന്നോട്ട് വരാനുള്ള കാണിക്കുന്ന മനസ്സാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇപ്പോഴത്തെ കാലത്ത് ആ ധൈര്യം കാണിക്കണം. അപ്പോൾ മോൻ്റെ പേര് പറഞ്ഞോളൂ. നിവേദ്. ഓക്കെ, ഞങ്ങൾ ഡാൻസ് എൻ്റെ പിന്നെ അമ്മയ്ക്കും മോനുമുള്ള ഡാൻസിനുള്ള ഒരു വേദി കൂടി ആവുകയാണ് ഈ വർക്കല പാവനാശം പൗരസമിതി ഒരുക്കിയിട്ടുള്ള ഈ ഒരു സായം സന്ധ്യ. അപ്പോൾ അമ്മയ്ക്കും മകനും മോക്കും അമ്മയ്ക്കും മകനും പറ്റിയൊരു നല്ലൊരു പാട്ട് അസൈൻ പ്ലേ ചെയ്യണം. ആ ഒരു പാട്ട് നമുക്ക് ഡാൻസ് കളിക്കില്ലേ? കളിക്കാം. അതാണ് കോൺഫിഡൻസ് ആണ് ഒരു മനുഷ്യനെ ഉന്നതകളിൽ എത്തിക്കുന്നത്. തീർച്ചയായും മലയാളികൾ ശ്രദ്ധിക്കുക. നല്ലൊരു കൈയടി കൊടുക്കണം കേട്ടോ. നല്ലൊരു കൈയടി. ഇത്രയും കൂടി നിൽക്കുന്ന എല്ലാ അമ്മമാർക്കും കൊച്ചുകുട്ടികളെ മുന്നോട്ട് കൊണ്ടുവന്ന ആ മനസ്സുകൾക്കും എല്ലാം 1000 നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. സൗണ്ട് കുറച്ചുകൂടി. എടുത്തു ഞാൻ ഇവിടെ എടുക്കാം. ഈ അമ്മയ്ക്കും മകനും നല്ലൊരു കൈയടി. മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ കൂടി നിൽക്കുന്നവർ 5 പൈസ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് പ്രോത്സാഹനം എന്ന് പറയുന്നത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നല്ലൊരു സമ്മാനം ഈ അമ്മയ്ക്കും മകനും നൽകണം. ഈ മനസ്സ് കാണിച്ചതിന് കേട്ടോ, ഈ ധൈര്യം കാണിച്ചതിന് ഏറെ നന്ദി 2 പേർക്കും. അപ്പോൾ ഒരു മിനിറ്റ് മുന്നോട്ട് വന്നോളൂ. മനുഷ്യർ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനാണ്? ഞാനും ഈ 2 മണിക്കൂർ കൊണ്ട് എൻ്റെ തൊണ്ട കളഞ്ഞ് ചെയ്യുന്നത് നിങ്ങളെല്ലാം ആ ഒരു കാര്യത്തിനാണ്. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് അതാണ്. എന്തായിരിക്കും? ഇംഗ്ലീഷിലാണെങ്കിൽ H ആരംഭിക്കും, മലയാളത്തിലാണെങ്കിൽ S സായിൽ ആരംഭിക്കും. അതെ, തീർച്ചയായും. എന്താണ്? പറഞ്ഞോളൂ, ആൾ പറയട്ടെ. സന്തോഷം അഥവാ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഒരാളിൽ കണ്ടെത്താതിരിക്കുക. ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് ഞാൻ ചോദിക്കാനുള്ള കാര്യം അതാണ്. ഹാപ്പിനെസ് വേറൊരു വ്യക്തിയിൽ കണ്ടുപിടിക്കാതിരിക്കുക. എന്തുണ്ടോ അതിൽ എന്ത് ചെയ്യണം? ഹാപ്പിനെസ് കണ്ടെത്തണം. തന്നിൽ തന്നെ ഹാപ്പിനെസ് കണ്ടെത്തണം. മറ്റൊരാളിൽ ഹാപ്പിനെസ് കണ്ടെത്തിയാൽ ആ ആൾ എന്നും നമ്മളെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യേണ്ടി വരും കേട്ടോ. അവരെ സന്തോഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ പോകും അല്ലേ? പോവില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹാപ്പിനെസ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയിലും ഒതുക്കുക, നമ്മളിൽ ഒതുക്കുക. അതിനപ്പുറം ഒരാളിൽ ഹാപ്പിനെസ്, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഈ പ്രായത്തിൽ പഠിക്കുന്ന കുട്ടികൾ 20 വയസ്സ് 21 വയസ്സ് വരെ കണ്ടുപിടിക്കാതിരിക്കുക. എൻ്റെ അടുത്ത് ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ വർക്കല പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയുകയാണ്. റീലുകൾ കണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങൾ കണ്ട് കോഴിക്കോടായിക്കോട്ടെ മലപ്പുറത്ത് നിന്ന് വർക്കല വരും, വർക്കലയിൽ നിന്ന് അവിടെ ചെല്ലും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ റീലിൽ കണ്ട ആളായിരിക്കില്ല, മൊബൈലിൽ കണ്ട ആളായിരിക്കില്ല എന്ത് ചെയ്യുന്നത്? നേരിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ തലറങ്ങി വീഴും. പിന്നെ പോലീസുകാർ കാണേ
റീല് ചെയ്ത ആളെയും കൊണ്ടുപോകാൻ കാണത്തുള്ളൂ, റീല് ചെയ്ത് കണ്ട ആളെ വന്ന ആളെ കൊണ്ടുപോകാനും പോലീസുകാരെ കാണത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ പ്രായത്തിൽ ശ്രദ്ധിക്കണം, നല്ലൊരു സമ്മാനം കൊടുക്കണം. തീർച്ചയായും ഹാപ്പിനെസ് എന്ത് ചെയ്യണം, ഹാപ്പിനെസ് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണം കേട്ടോ. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഹാപ്പിനെസ് കൊടുക്കണം, അവരിൽ കണ്ടുപിടിക്കണം കേട്ടോ. തീർച്ചയായും താങ്ക് യു. അപ്പോൾ മറ്റേ ഒരാൾ ദയവിച്ചത് ഇനി കുട്ടികളെ, എനിക്ക് പ്രായം ചെന്നവരെ വേണം, ഈ മോളെയും കൂടി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പാട്ട് പാടുമെന്നാണ് പറയുന്നത്. രണ്ടുപേരും ഡാൻസ് കളിക്കും. ആരാണ് ഡാൻസ് കളിക്കുന്ന? ആരാണ്? ഓക്കെ, ഡാൻസ് കളിക്കും. അപ്പോൾ രണ്ടുപേരും ചേർന്ന് ഡാൻസ് കളിക്കുമോ? പാട്ട് പാടുന്ന ആൾ പാട്ട് പാടിക്കൊണ്ട് തന്നെ ഇരിക്കാൻ പാടില്ല. മറ്റൊരു അവസരം കൂടി കിട്ടിയാൽ എന്ത് ചെയ്യണം, മുതലാക്കണം കേട്ടോ. പാട്ട് പാടുന്ന ആൾ പാട്ട് പാടി തന്നെ കൊണ്ടിരിക്കാൻ പാടില്ല. ഡാൻസ് കളിക്കാൻ പറ്റിയ ഡാൻസും കളിക്കണം. അപ്പോൾ പ്ലേ ചെയ്യാൻ, നല്ലൊരു പാട്ട് പ്ലേ ചെയ്യാൻ രണ്ടുപേരെയും ഈ ഒരു ഡാൻസിൽ ഈ കാര്യങ്ങൾ മനുഷ്യർക്ക് കാണാൻ പറ്റും. തീർച്ചയായും ഒരു കാര്യം ഇവിടെ കാണാൻ പറ്റും. അതാരും പറഞ്ഞാൽ ഞാൻ ഒരു സമ്മാനം തരാം. ഈ ഡാൻസ് കളിക്കുന്ന രണ്ട് വ്യക്തികളിൽ നിന്നും ഒരു കാര്യം, നിങ്ങൾക്ക് ഈ കൂടി നിൽക്കുന്നവരിൽ നിന്നും ഒരു കാര്യം പറയാൻ പറ്റിയാൽ കേരളത്തിലുള്ളവർ അത് പറയണം, കേരളത്തിലുള്ളവർ അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. തീർച്ചയായും. അപ്പോൾ ഡാൻസ് വരട്ടെ, ഡാൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. തീർച്ചയായും ഡാൻസ് കളിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കും. തീർച്ചയായും താങ്ക് യു. ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ഥലം ഒരുക്കി കൊടുക്കണം. ഡാൻസിനുള്ള ഒരു പാട്ട് കേൾക്കാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. എയ്റ്റീസിനെ പിടിച്ച് കുലിക്കുക പാട്ടാണ്. ഓക്കെ. ഓക്കെ, താങ്ക് യു. എന്താണ് ഞാൻ പറഞ്ഞ കാര്യം? ആദ്യം പറഞ്ഞ കാര്യം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ പറഞ്ഞത് എന്താണ്? അതാണ് തീർച്ചയായും അല്ലേ, ഒരു ജാതിയും ഒരു മതം അതെവിടെയും കേരളത്തിലുള്ളവർ ഒരുപോലെ സാധിക്കേണ്ട കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചിട്ടുള്ള, വേദികളിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ഒത്തൊരുമ മാത്രമാണ്. പക്ഷേ ബാക്കിയുള്ളവർക്കുടെ മുതലെടുപ്പിന് വേണ്ടിയിട്ടോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ജാതിയെയും മതത്തെയും കുറിച്ച് പറയാൻ പാടില്ല. എല്ലാ ജാതിയും എല്ലാ മതവും ചേർന്നാൽ മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ 3 പതാകകൾ കൂടി സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ജനഗണമന എന്ന് പറയുന്ന ജന മന ഗണമന അങ്ങനെ പോകുന്ന ആ ഒരു കാര്യത്തിൽ തന്നെ ജാതിയുണ്ട്, മതമുണ്ട്. 3 ജാതിയും മതത്തെ ഒരുപോലെ കാണുന്ന സ്ഥലമാണ്. ആ ഒരു വേദി എനിക്ക് സമ്മാനിച്ച ഈ 2 പേർക്കും, ആ 2 പേരെയും ഇങ്ങോട്ട് പറഞ്ഞയച്ച ഈ 2 കുടുംബങ്ങൾക്കും 1000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ സമ്മാനങ്ങൾ നൽകണം. മുന്നോട്ട് വന്നോളൂ. ഈ ഒരു സമ്മാനം ഏറ്റുവാങ്ങിക്കണം. അമ്മമാർ ഉണ്ടെങ്കിൽ അതിൽ കൂടി സമ്മാനം ഏറ്റുവാങ്ങിക്കണം. കണ്ടതിലും പരിചയപ്പെട്ടതിലും ഏറെ സന്തോഷം. വാങ്ങിച്ചോളൂ, ആ ഒരു സമ്മാനം വാങ്ങിച്ചോളൂ. താങ്ക് യു. അപ്പോൾ ഇനി ആരാണ് മുന്നോട്ട് വരുന്നത്? ദയവുചെയ്ത് പ്രായമുള്ളവർ വരണം. പ്രായമുള്ളവർ ദയവുചെയ്ത് മുന്നോട്ട്. ഇവരെ കുറേ നേരം നമുക്ക് എല്ലാവരെയും വിളിക്കാം. വന്നോളൂ, മുന്നോട്ട് വന്നോളൂ. കുറച്ചുകൂടെ സ്ഥലം തരണം കേട്ടോ, കുറച്ചുകൂടെ സ്ഥലം തരണം. പേര് പറഞ്ഞോളൂ. വേദ. പേര് പറഞ്ഞു. ഹരിത. ശ്രീലക്ഷ്മി. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? 3 പേരും ആറ്റിങ്ങൽ. ചേട്ടന്മാർ ശ്രദ്ധിക്കുക, ചേട്ടന്മാർ കൂടി ഈ പരിപാടിയിലേക്ക് മുന്നോട്ട് വരണം. അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പണി ഇവിടെ തരാം കേട്ടോ. ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കുക. ഓക്കെ. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഈ ദുഷ്കരമായ ഒരു ഡാം ഉണ്ടല്ലേ, ആ ഡാമിന് എത്ര വയസ്സാണ്, എത്ര വർഷമാണ് പഴക്കം വരുന്നത്? എത്ര വർഷം? 100. ചേട്ടാ ഡാൻസ് കളിക്കണം, നോട്ട് ചെയ്തോളൂ, പിടിച്ചോളൂ. ആയി അല്ല, അത് അല്ല ഉത്തരം, അതല്ല. അല്ല, 50 പോണ്ട, 130 തുടങ്ങാം. കളിക്കാം. തീർച്ചയായും 130 കുറയ്ക്കാൻ പറ്റുമോ? 132 വർഷങ്ങൾ ഏകദേശം കാലാവധി. ഒരു അണക്കെട്ടിന് ഏകദേശം എത്ര കാലാവധിയാണ് പറയുന്നത്? ബെനീക്കുക്ക് പറഞ്ഞത് എത്ര കാലാവധിയാണ്? 50 വർഷം. 40 to 50 വർഷമാണ് മനുഷ്യനിർമ്മിതമായുള്ള ഒരു ഡാമിന്റെ കാലാവധി എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സർക്കാർ ഇപ്പോൾ ഗ്രൗണ്ടൊക്കെ തേച്ച് വീണ്ടും മിനിക്ക് പണിഞ്ഞ അതിന്റെ വലിപ്പമൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തുകൊണ്ട് നമുക്ക് സന്ദർശിക്കാൻ പറ്റില്ല? ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഡാം എന്തുകൊണ്ട് മലയാളികൾക്ക് കാണാൻ അവസരമില്ല? എന്തുകൊണ്ട്?
എന്തുകൊണ്ട്? പൊട്ടും, അതുകൊണ്ടാണ് കേട്ടോ. തീർച്ചയായും അതുകൊണ്ട് അവിടുത്തെ ലീക്കും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ 3 പേർക്കുള്ള പണി ഇതാണ്. സമ്മാനം ഉറപ്പായും കിട്ടും. തീർച്ചയായും 3 പേർക്കുമുള്ള ഒരു പണിയുണ്ട്. ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തോളൂ. ഓക്കെ, 3 കാര്യങ്ങൾ ഏതൊക്കെ ഞാൻ പറയാം. ഡബ് മാഷാണ് ഒരെണ്ണം വരുന്നത്, ഒരെണ്ണം നാക്ക് ഉളുക്കാതെ വരും, ഒരെണ്ണം ഡാൻസ് ആണ് വരുന്നത്. ഇപ്പൊ വന്നിരിക്കുന്നത് ഡാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഡാൻസിനുള്ള സമയമാണ്. നല്ലൊരു പാട്ട്, നല്ലൊരു വേദി ഒരുക്കി കൊടുക്കണം. ഈ സ്ത്രീകൾക്ക് ഡാൻസ് കളിക്കാൻ, ഈ 3 വ്യക്തികൾക്കും ഡാൻസ് കളിക്കാൻ നല്ലൊരു അവസരം ഒരുക്കി കൊടുക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, റെഡി അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, സൗണ്ട് ഒന്നുകൂടി ഒന്ന് കേൾക്കാം. ദേവിച്ചു చిన్నగా పోతుంటావో చూడకవో ఇంట్లో చిన్నదాన్ని నేను చిత్రాల దానితో చిన్నగా చూపిస్తావో చిత్రాల మనసున നല്ലൊരു കൈ ദേവിച്ചത് ഇവിടെ നിൽക്കുന്നവർ. Last once more. Thank you. ആ ഒരു സമ്മാനം 3 പേർക്കും ഏറ്റുവാങ്ങിക്കാം. 3 പേർക്കും കൂടി ആ ഒരു സമ്മാനം ഏറ്റുവാങ്ങിക്കാം. 3 സമ്മാനങ്ങൾ കൊടുത്തേക്കും. 3 സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിക്കണം. ഓക്കെ, താങ്ക് യു. അടുത്ത ആള് ആരാണ്? നമ്മൾ എന്ന് പറയുമ്പോൾ ഓക്കെ, തീർച്ചയായും ദേവിച്ചത് എല്ലാവരെയും വിളിക്കാം കേട്ടോ. എല്ലാവരെയും വിളിക്കാം. പേരെന്ന് പറയണം. സംഗീത എവിടെ നിന്ന് വരുന്നു? കേട്ടില്ല. ചിറക്കര. എവിടെ നിന്നാണ് വരുന്നത്? ഓക്കെ, താങ്ക് യു. അപ്പോൾ ചോദ്യമാണോ അതോ എന്താണ്? പാട്ട് പാടാന്ന് പറഞ്ഞു. അറിയുന്ന കാര്യം ഞാൻ ചെയ്യില്ല, അറിയാത്ത കാര്യമേ ഞാൻ ഒരു വേദിയിൽ ചെയ്യത്തുള്ളൂ. കാരണം സ്റ്റേജ് ഫിയർ എന്ന് പറയും. ആൾക്കാരെ അഭിമുഖീകരിക്കാനുള്ള പേടി. ആൾക്കാർ ഞാൻ എന്ത് ചെയ്യുമെന്ന് കരുതി ചിരിക്കുന്നവർ കാണും. ചിരിക്കുന്നവർ അവിടെ നിന്ന് ചിരിക്കും. കളിയാക്കുന്നവർ എന്നും കളിയാക്കിക്കൊണ്ടിരിക്കും. അവർ എവിടെ എത്തില്ല. പക്ഷെ കളിയാക്കലുകളെ പേടിക്കാതെ, തള്ളലുകളെ പേടിക്കാതെ, സമൂഹത്തെ, സൊസൈറ്റിയെ പേടിക്കാതെ മുന്നോട്ട് വരുന്നവർ എന്ത് ചെയ്യും? തീർച്ചയായും. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. തീർച്ചയായും വരാം, ഞാൻ തീർച്ചയായും നിങ്ങളെ കൊണ്ട് ഡാൻസ് കളിച്ച് നിങ്ങളെ കൊണ്ട് ഞാൻ ഡാൻസ് കളിച്ചിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം എന്താണ്? ഒരു സ്ത്രീ എന്ന നിലയിൽ ഗർഭപാത്രം. ഒരു സ്ത്രീ അത് പറയാൻ യോഗ്യതയുള്ള അവളാണ്. ഗർഭപാത്രമാണ് മനുഷ്യൻ ചവിട്ടിയ പാത്രം കേട്ടോ. തീർച്ചയായും. അപ്പോൾ മകൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചോട്ടെ. അനിയനാണ്. ഓക്കെ, അനിയനാണ്. അപ്പോൾ അനിയൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കട്ടെ. പറയാൻ പറ്റുമില്ലെങ്കിലും ശ്രമിച്ച് നോക്കാമെന്ന് പറയണം കേട്ടോ. ഓക്കെ, മുടി നരയ്ക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? കേട്ടില്ല. ഡൈ അടിച്ചാലും മുടി വീണ്ടും ഡൈയുടെ കാലാവധി കഴിയുമ്പോൾ ഗോദ്രജൊക്കെ ആണെങ്കിൽ വീണ്ടും തേക്കേണ്ടി വരും. വേറെ ഇതെവിടെ ഉണ്ടെങ്കിലും ഞാൻ കാണിച്ചിട്ടായിരുന്നു. ഞാൻ കുട്ടിക്കാലത്തൊക്കെ ആയിരുന്നപ്പോൾ എൻ്റെ അമ്മ മുടി തോനെ വളർന്നു കിടക്കുന്നു, ജലദോഷം വരും, പനി വരുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി അത് ചെയ്യും. പിന്നെ സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര മടിയാണ്. മുട്ട അടിക്കും അല്ലേ? മുട്ട അടിച്ചിട്ടുണ്ടോ അമ്മ? അല്ലെ, ചേച്ചി കൊണ്ടുപോയി മുട്ട അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ നല്ലൊരു സമ്മാനം കൊടുത്തുള്ളൂ. നല്ലൊരു സ്നേഹ സമ്മാനം ഈ 2 പേർക്കും കൊടുക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി മുന്നോട്ട് കൊച്ചുങ്ങളെ കൊണ്ടുവരുന്നവർ ദയവിച്ച് ശ്രദ്ധിക്കുക. കുട്ടികളല്ല, മുതിർന്നവരെയാണ് എനിക്ക് വേണ്ടത്. മുതിർന്നവരെ. ഓക്കെ, വിളിക്കാം തീർച്ചയായും. ആരാണ്? ഓക്കെ, ആള് നോക്കുന്നുണ്ട്. ഓക്കെ, പേര് പറയാമോ? നാദി. എവിടെ നിന്നാണ് വരുന്നത്? ആലങ്കോട്. അമ്മയുടെ പേരെന്താണ്? വാരിസമ്മ. മകളെ
ഒരു വേദിയിൽ മുന്നിൽ കൊണ്ടുവന്ന ചെറുമോളെ മുന്നിൽ കൊണ്ടുവരാൻ കാണിച്ച മനസ്സിന് നല്ലൊരു നന്ദി പറയുകയാണ്. അത് കാണിക്കണം കേട്ടോ, അത് കാണിക്കണം, മനസ്സ് കാണിക്കണം. വേദികൾ അവസരങ്ങൾ കിട്ടിയാൽ കൊടുക്കണം. ചേട്ടന്മാരടുത്ത് എൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഞങ്ങൾക്കൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ, യുവജനോത്സവം പോലത്തെ ഒരു ഒറ്റ വേദിയെ കിട്ടിയിട്ടുള്ളൂ. ഇതേപോലത്തെ വേദികളോ അവസരങ്ങളോ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനൊരു വേദി അവസരം ഒരുക്കിയ വർക്കല പോലീസ് സ്റ്റേഷനിലെ നല്ലവരായ ഉദ്യോഗസ്ഥർ, വർക്കല പാവനാശം പൗരസമിതി ലൈഫ് ഗാർഡുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ഇവിടെ പ്ലേ ചെയ്യും. ആ കാര്യം എന്ത് ചെയ്യണം? അസൈനുള്ള സമയമാണ്. അസൈൻ നല്ലൊരു ഡബ് മാഷിനുള്ള സമയമാണ്. നല്ലൊരു ഡബ് മാഷ് പ്ലേ ചെയ്തോളൂ. ഓ മമ്മൂട്ടിക്ക് ആവാനുള്ള സമയമാണ് കേട്ടോ. മമ്മൂട്ടി ആവണം കേട്ടോ. ഓക്കെ, മുന്നോട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട്. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയടി കൊടുക്കണം. വിഷയത്തിൽ ഇവിടെ നിൽക്കുന്നവർ നല്ലൊരു കൈയടി കൊടുക്കണം. അപ്പോൾ ആണുങ്ങളുടെ ഇടയിൽ നിന്നും ആണുങ്ങളുടെ പുലിക്കുട്ടികൾ, ചുണക്കുട്ടികൾ, ഇതാ 4-5 പേർ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് അവർക്കുള്ള വേദി താഴെ ഒരുങ്ങുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഡാൻസ് കളിക്കുന്നവർ അവസരം മുന്നോട്ട് വരിക, ശ്രദ്ധിക്കുക. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓപ്പൺ കണ്ണ സ്റ്റൈൽ മതി. ഓപ്പൺ കണ്ണ സ്റ്റൈൽ എന്താ ആ പാട്ട് പ്ലേ ചെയ്തു. നല്ലൊരു കൈയ്യടി ഇവിടെ കൂടി നിൽക്കുന്നവർ ചെയ്ത് നല്ലൊരു കൈയ്യടി കൊടുക്കണം. ഓക്കെ ഓക്കെ, അങ്ങോട്ട് നോക്കിക്കോളൂ, അങ്ങോട്ട്. ഓക്കെ ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഒരുമിച്ച്. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. റെഡി 1 ഓക്കെ. ഓക്കെ, ലാസ്റ്റ് ആയിട്ട്. താങ്ക് യു. ലാസ്റ്റ് ആയിട്ട് ഇനി ഒരു പാട്ട് പറയട്ടെ. ഒരു പാട്ട് കൂടെ ഡബ്സിറെ പാട്ടിട്ട് കൊടുക്കും. ഡബ്സിറ ആ ലാസ്റ്റ് പാട്ട് ഇട്ട് കൊടുക്കും. കട്ടപ്പം എന്ന് പറയുന്ന ആ സിനിമയുടെ പാട്ട് കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പാടിട്ട് നിങ്ങൾ ഇത്രയും നേരം ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, തീർച്ചയായും അവസാനത്തെ ആ പാട്ട് കൂടി ഇട്ട് കൊടുക്കണം. ഈ യങ്സ്റ്റേഴ്സിന് കളിക്കാനുള്ള അവസാനത്തെ പാട്ടാണ് ലാസ്റ്റ് ആയിട്ടുള്ള. ഓക്കെ, തീർച്ചയായും ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം തൊട്ടുള്ളൂ. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വരും. ഓക്കെ, തീർച്ചയായും. അപ്പോൾ ഒരു ചെറിയ ചോദ്യമാണ്. ചോദിക്കാം. ഓക്കെ, ബ്രിട്ടീഷുകാർ ആ ഒരു ഡാം നിർമ്മിച്ചതിന് തമിഴ്നാട്ടുകാരെ വരൾച്ച അകറ്റാനോ കേരളത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനോ ഒന്നുമല്ല ചെയ്തത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി UK സ്ഥലങ്ങളിൽ അവർ ഒരു കാര്യം കൊണ്ടാണ്, വുഡ് എന്ന് പറയും തടി കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അത് അപ്പോൾ ആലോചിച്ച് നോക്കാം. ഉത്തരം ഞാൻ പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്തിനു വേണ്ടിയാണ് അത്രയും വലിയൊരു ഡാം കേരളത്തിനും തമിഴ്നാട്ടിനും വേണ്ടി നിർമ്മിക്കാനുള്ള മനസ്സ് കാണിച്ചത്? എന്തിനായിരിക്കും? ഏറ്റവും കൂടുതൽ ഇംഗ്ലണ്ടിലുള്ളത് UK ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ലണ്ടൻ ബ്രിഡ്ജ്, അങ്ങനെ തുടങ്ങിയ കേംബ്രിഡ്ജ് തുടങ്ങിയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ ബിൽഡിങ്ങുകളും ഏറ്റവും കൂടുതൽ നിർമ്മിച്ചിരിക്കുന്ന വുഡിലാണ്. വുഡ് എന്ന് പറഞ്ഞാൽ തടിയിൽ. അപ്പോൾ എന്തിനായിരിക്കും
എന്തിനായിരിക്കും ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന അത്രയും വലിയൊരു കാര്യം നന്മ ചെയ്തിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയത്? എന്തായിരിക്കും കൊണ്ടുപോയത്? വുഡ്, തടി എന്ന് പറഞ്ഞാൽ ഡാം നിർമ്മിക്കണമെങ്കിൽ 300-400 ഏക്കറോളം വരുന്ന വനപ്രകൃതമായിട്ടുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യണം? ഒഴിച്ചാൽ മാത്രമേ ഡാം നിർമ്മിക്കുകയും അവിടെ വെള്ളം കയറ്റി വിട്ട് ആ തടികൾ കേരളത്തിൽ ലഭിച്ചോ? തമിഴ്നാട്ടിൽ ലഭിച്ചോ? എന്നാൽ UK ലഭിച്ചു, കേംബ്രിഡ്ജിന് ലഭിച്ചു, ലണ്ടനിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ബിൽഡിങ്ങുകൾക്കും ലഭിച്ചു അല്ലേ? ലഭിച്ചില്ലേ? ഓക്കെ. എന്നാൽ നമ്മുടെ കേരളത്തിൽ റെയിൽവേ ഉണ്ടായിരുന്ന ഒരു സ്ഥലം, എന്നാൽ ഇപ്പോൾ അവിടെ റെയിൽവേ ഇല്ല. ഏതാണ് സ്ഥലം? ഇടുക്കിയാണ് കേട്ടോ. ഇടുക്കിയിൽ റെയിൽവേ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആരും വിശ്വസിക്കില്ല. എന്നാൽ ഇടുക്കിയിൽ റെയിൽവേ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ 90കളിലെ വെള്ളപ്പൊക്കം എന്ന് പറയും. പ്രായമുള്ള ആ ചേട്ടൻ തലയാട്ടി, ആ ചേട്ടൻ അറിയാം. 90കളിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ഒരു വെള്ളപ്പൊക്കത്തിലാണ് ഇടുക്കിയിൽ എന്ത് പോയത്? അതെ, റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങൾ ഒലിച്ചു പോയി. റെയിൽവേ ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടിയിട്ടല്ല, തടി, ഏലം, കാപ്പി ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം നല്ലൊരു സമ്മാനം, ഒരു എക്സാം ബോർഡ്, ദയവ് ചെയ്ത് ഒരു എക്സാം ബോർഡ് തന്നെ കൊടുക്കണം. ഒരു എക്സാം ബോർഡ് തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് എക്സാം എഴുതാൻ പറ്റിയാൽ എക്സാം എഴുതുക കേട്ടോ. വിജയിക്കാൻ പറ്റിയാൽ തീർച്ചയായും ഒരു പടി മുന്നിലോട്ട് പോവുക. താങ്ക് യു. ഇനി വന്നോളൂ. ഇനി അമ്മ ഇപ്പോൾ വിളിക്കാം കേട്ടോ. 1 മിനിറ്റ് കേട്ടോ. ഇപ്പോൾ വിളിക്കാം. വന്നോളൂ. പേര് പറഞ്ഞോളൂ. വിളിക്കാം. അടുത്ത ചേച്ചിനെ വിളിക്കാം കേട്ടോ. കൊച്ചിനെ കൊണ്ട് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പേര് പറഞ്ഞോളൂ. റംസി, അദീന. ഞാൻ ഇല്ല. പേര് പറഞ്ഞു. സ്ഥലം എവിടെയാണ്? പത്തനാപുരം. റംസി ശ്രദ്ധിക്കുക. മുന്നോട്ട് വരാനുള്ള സമയം അല്ലെങ്കിൽ ധൈര്യം കാണിക്കണം കേട്ടോ. തീർച്ചയായും. അപ്പോൾ 3 കാര്യത്തിൽ ഒരെണ്ണം തൊട്ടുള്ളൂ. ഓക്കെ. ഡബ് മാഷിലുള്ള സമയമാണ്. ഏറ്റവും നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡബ് മാഷ് നമുക്ക് കേൾക്കാൻ. 2 പേരും കൂടെ അഭിനയിക്കണം കേട്ടോ. 2 പേരുള്ള അഭിനയിക്കാനുള്ള സ്ഥലം കൊടുക്കും. അഭിനയിക്കാനുള്ള സ്ഥലം കൊടുക്കും. ഓക്കെ. തീർച്ചയായും നമുക്ക് സൗണ്ട് കേൾക്കാം. ഓക്കെ. സൗണ്ട് ഇപ്പോൾ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ 2 പേർക്കും ചെയ്യാൻ പറ്റും. സാഗർ ഇലിയാസ് ജാക്കി. അപ്പോൾ പാവൻ ആരാണ്? ജാക്കി ആരാണ്? പാവൻ ആരാണ്? പാവനെയാണ് ചോദിക്കുന്നത്. കുറച്ച് നെയിം എന്ന് ചോദിക്കുന്ന ആരാണ്? ആരെങ്കിലും ഒരാൾ പാവനയാവും, ഒരാൾ മോഹൻലാലാവും. ആരാണ് മോഹൻലാൽ? മോഹൻലാൽ. ഓക്കെ. മോഹൻലാൽ ആയിക്കഴിഞ്ഞു. മോഹൻലാൽ ഫിഗർ ബേഗൊക്കെ കൊടുക്കൂ. ഫിഗർ പിടിക്കാനുള്ള സമയമായി. ഓക്കെ. തീർച്ചയായും ചേട്ടന് ഞാൻ വേറെ എണ്ണം തരാം. ഓക്കെ. തീർച്ചയായും ഫിഗർ പിടിച്ചോളൂ. ശ്രദ്ധിക്കുക. കോൺട്രാക്ട്. ഓക്കെ. മോഹൻലാലാണ്. ഓക്കെ. ഫിഗർ പിടിക്കുക. ഓക്കെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. ഇപ്പോൾ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. സാഗർ ഇലിയാസ് ജാക്കി. നടന്നോളൂ. പടി ഇറങ്ങിപ്പോ ജാക്കി. അതേവണി പൊക്കളയിൽ തിരിച്ചു വരണം. ജാക്കി ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള മുന്നോട്ട് കയറുന്നു. ഓക്കെ. ജാക്കി ഗിഫ്റ്റ് കൊടുക്കൂ. ജാക്കിക്കുള്ള ഗിഫ്റ്റ് കൊടുക്കൂ. നല്ലൊരു എക്സാം ബോർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കൂ. ഒരു എക്സാം ബോർഡ് ഇരിക്കട്ടെ. പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ. തീർച്ചയായും. താങ്ക് യു. അപ്പോൾ റീലല്ല, റിയൽ ലൈഫ് എന്നുള്ളത്. റീല് കാണാതിരിക്കുക, റിയൽ ലൈഫിനായിട്ട് ജീവിക്കുക. ചേട്ടൻ. ഓക്കെ. ചേട്ടൻ ഏതാണ്? ചേട്ടനുള്ള ഒരു ഡബ് മാഷ് ഞാൻ ഒരു തരാം. ചേട്ടന് പറ്റിയ ഡബ് മാഷ് ഏതെന്നറിയോ? സുരേഷ് ഗോപിയുടെ ആ ഡയലോഗ് ഇട്ടുകൊടുത്തേ. സുരേഷ് ഗോപി ആവും ചേട്ടൻ. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഡയലോഗ്. തല ആട്ടാൻ നിർത്താൻ പാടില്ല. തല നിർത്തരുത്. തീർച്ചയായും. ഓക്കെ. ചെയ്യാം. പ്ലേ ചെയ്യട്ടെ. ഓക്കെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. സുരേഷ് ഗോപി. ഓക്കെ. നടന്നോളൂ. സുരേഷ് ഗോപി പോവുകയാണ് കടപ്പുറത്തോട്ട്. ആഴങ്ങളിലേക്ക് ഇറങ്ങി ഒരു സ്ലോ മോഷൻ ഉണ്ട്. അവിടെ നിന്നുള്ള ഒരു സ്ലോ മോഷൻ വരും. തലയാട്ടിക്കൊണ്ട് കയറി വന്നാൽ മതി. ഓക്കെ. റെഡി? 1 2 3 ചന്ദ്രൻ IPS. ഓക്കെ. കാണിച്ചോളൂ. അവിടെ നിൽക്കുന്ന ആരെങ്കിലും ചവിട്ടിയ വിളികളാ. ഓക്കെ. നമ്മൾ ക്യാമറമാനോടൊന്നും ചെയ്യല്. കയറുന്നുള്ളൂ. താങ്ക് യു. ഞങ്ങളുടെ IT പ്രൊഫഷണൽ കൂടിയാണ്. ഓക്കെ. ഒരു നല്ലൊരു സമ്മാനം നൽകണം. ഓക്കെ. മമ്മൂട്ടിനെ കൂടെ വേണം. മമ്മൂട്ടി ഇനി ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട്. മമ്മൂട്ടിനെ കൂടെ ഒരു പേഴ്സാണ് കേട്ടോ. ജെൻസിന്റെ ഒരു പേഴ്സാണ്. എക്സാമിന്റെ ഒരു ബോർഡ് കൊടുക്കും. അതിനാണ് മമ്മൂട്ടി സുരേഷ് ഗോപി ആയത്. മമ്മൂട്ടിയുടെ സൗണ്ട് കൂടി കേൾക്കാം. മമ്മൂട്ടി. ഓക്കെ. മമ്മൂട്ടിയുടെ ഫിഗർ. ഓക്കെ.
ഓക്കെ, ഇപ്പോൾ എനിക്ക് താഴെ നിന്ന് ചെയ്താൽ മതി, എനിക്ക് കയറി വരണം കേട്ടോ. ഓക്കെ, മുന്നോട്ട് റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, അവിടെ നിന്ന് പറഞ്ഞാൽ മതി. സ്ലോ മോഷനാണ് എനിക്ക് വേണം. നടത്താം, വരണ്ട, നിന്നോളൂ. ഞാൻ പറയാം. എനിക്ക് നടത്താൻ മതി, സ്ലോ മോഷൻ. റെഡി, 1, ഇത് കാണിച്ച് കയറി വരിക. ആക്ഷൻ. ഓക്കെ, വന്നോളൂ. മമ്മൂടി തട്ടൂടി കൊടുക്ക്, തട്ടൂടി അത്തെ. ആ പിന്നല്ല, അതൊക്കെ എന്ത് കുഴപ്പമില്ല. തീർച്ചയായും നല്ലൊരു സമ്മാനം കൊടുക്കൂ. മമ്മൂട്ടിനെ കണ്ടു. ഓക്കെ, ഓക്കെ അല്ലേ? റെഡി. ഓക്കെ, താഴെ നമുക്ക് താഴെ വെച്ച് ചെയ്യാം സ്ഥലം. ഓക്കെ, രജനീകാന്തിനുള്ള ഒന്നുകൂടെ വൺസ് മോർ രജനീകാന്തിനുള്ള സമയം കൊടുക്കണം. അപ്പോൾ ഡയലോഗാണ് ആദ്യം. റെഡി, 1 2 3. എൻ്റെ വഴി തനി വഴി. ഓക്കെ നടക്ക രജനി, നടക്കൂ. കൈരി ഉണ്ട്. നടന്നോളൂ. രജനീകാന്തിനെ കണ്ടോളൂ. താങ്ക് യു. നല്ലൊരു സമ്മാനം കൊടുക്കും. അതിൽ നിന്നുള്ള നല്ലൊരു സമ്മാനം തന്നെ കൊടുക്കണം തീർച്ചയായും. അപ്പോൾ നേരത്തെ കുറേ നേരം കൊണ്ട് നമ്മൾ ക്ഷമിച്ചു നിന്ന മോളെ പേര് പറഞ്ഞോളൂ. കേട്ടില്ല. നസ്രിയ. എവിടെ നിന്നാണ് വരുന്നത്? വർക്കല. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു മനുഷ്യൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് ആൾക്കാരെ ചിരിപ്പിക്കുക എന്നതായിരുന്നു ഒരു മനുഷ്യൻ്റെ, ഒരു ലെജൻഡായുള്ള ഒരു മനുഷ്യൻ്റെ തൊഴിൽ. എന്നാൽ ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ, ഒരു വേദിയിൽ വെച്ച് സ്വന്തം അമ്മ മരിച്ചു വീഴുന്ന കണ്ടിട്ട് പോലും ആ ഒരു പരിപാടിയുടെ ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു ലെജൻഡറി ആയിട്ടുള്ള, നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രം കണ്ടിട്ടുള്ള, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള ഒരു ലെജൻഡായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. ആരായിരിക്കും ആ മനുഷ്യൻ? ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമ്മാനം മോള് പറഞ്ഞത് കൊണ്ട് മോക്ക് ശിക്ഷാപ്രകാരം ഡാൻസും മോക്ക് ഒരു സമ്മാനമുണ്ട്. അത് വൈറ്റ് വാങ്ങിച്ചുള്ളൂ. ഒരു എക്സാം ബോർഡ് ഉണ്ടെങ്കിൽ കൊടുക്കണം. അപ്പോൾ ഉത്തരം വിളിച്ച് പറയാൻ പാടില്ല. ഉത്തരം വിളിച്ച് പറയുന്ന മറ്റൊരാളടുത്ത് നമ്മൾ ചെയ്യുന്ന എന്താണ്? ചതിയാണ്. അവരെ അവസരം കെടുത്തുക, എൻ്റെ അവസരം മുതലെടുക്കുക എന്നുള്ളത്. അത് ഇനിയൊരു വേദിയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യമാണ്. എന്താണ്? ഡാൻസ് കളിക്കുക എന്നുള്ളത് കേട്ടോ. പക്ഷേ ഡാൻസ് കളിക്കാതെ ഞാൻ വിടത്തില്ല. അപ്പോൾ ഡാൻസിനുള്ള സമയമാണ്. നല്ലൊരു ഡാൻസ് ശിക്ഷാപ്രകാരം ഡാൻസ് കളിച്ചോളൂ കേട്ടോ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും നമ്മൾ ഇവിടെയും പാലിക്കണം. ഓക്കെ, റെഡി, 1. യൂട്യൂബാണ് കുറച്ച് സമയം പരസ്യം, നമ്മുടെ സൗണ്ട് ഓപ്പറേറ്റർ കുറച്ച് ഇത്. ഓക്കെ, റെഡി, 1. പാട്ട് ഒന്നുകൂടെ മാറ്റി കൊടുക്കും. പാട്ട് ഇത്തിരി ഫാസ്റ്റ് ആയി കൊടുക്കൂ. അസൈൻ ഒന്നുകൂടെ മാറ്റി കൊടുക്കും. പാട്ട് ഒന്നുകൂടെ മാറ്റി കൊടുത്തോളൂ. ഓക്കെ, റെഡിയല്ലേ? നിന്നോളൂ, ഇങ്ങോട്ട് നിന്നോളൂ. ഡാൻസ് കാണാം. ഡാൻസിനുള്ള അവസരം ഒരാളുടെ ഉണ്ട്. കളിച്ചോളൂ. രണ്ടുപേരും ചേർന്ന് കളിച്ചോളൂ. പാട്ടൊന്ന് മാറ്റിക്കോളൂ. വേറെ പാട്ടിട്ടോളൂ. ഉള്ളതിലിട്ടാലും നമ്മളിൽ ഉള്ളതിട്ടാൽ മതി. 1 മിനിറ്റ് കൂടെ കേട്ടോ. പാട്ട് ഒന്ന് സ്ട്രഗിളായി. ഓക്കെ, തീർച്ചയായും നല്ലൊരു പാട്ടിന് ഇട്ടുതരാം. ഓക്കെ, നല്ലൊരു കൈഡി ഇവിടെ ചേർന്ന് നിൽക്കണം. നല്ലൊരു കൈഡി കൊടുക്കണം. ദയവിച്ചത് മലയാളികൾ 5 പൈസ ഒരു കൊടുക്കാതെ ഒരു മനുഷ്യന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് പ്രോത്സാഹനം എന്ന് പറയുന്നത്. തീർച്ചയായും കൈ വിടൂ. കൈ ഒടിഞ്ഞു. ഓക്കെ, ഓക്കെ, താങ്ക് യു. നല്ലൊരു സമ്മാനം ഒരു എക്സാം ബോർഡ് തന്നെ ഈ ഒരു മിടുക്കി കൊടുക്കണം. സമ്മാനം വിളിച്ചു പറയാൻ കാണിച്ച മനസ്സിന് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. 2 പേരും കൂടി വാങ്ങിച്ചോളൂ കേട്ടോ. ചേച്ചി അനിയത്തിക്ക് തരുന്ന സമ്മാനമാണ്. അപ്പോൾ
ഇല്ല, ഇനിയും ഞാൻ ഒരു അമ്മേനെ ഒരു കൊച്ചിനെയും കൊണ്ട് കൈ കഴിക്കും. ഞാൻ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു അമ്മയോട് ചെയ്യുന്ന ചതിയായിരിക്കും കേട്ടോ. ഒരു കൊച്ചിനെയും കൊണ്ട് എന്നെ ഒന്ന് വിളിക്കും മോനെ, ഞാനൊരു കുട്ടീനെയും കൊണ്ട് നിൽക്കുവാണ്. പേര് പറയണം. എടുക്കണോ മോനെ? ഞാൻ എടുക്കണോ? വേണ്ട, പേര് പറഞ്ഞോളൂ. മഞ്ജു ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? വക്കത്ത് നിന്നുള്ള മഞ്ജു ചേച്ചി. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ കാണിച്ച ക്ഷമ ജീവിതത്തിലെ അവസാനം വരെ കൊണ്ടുപോകാൻ പറ്റണം. കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും? തീർച്ചയായും ഉന്നതങ്ങളിൽ ഞാൻ അങ്ങനെ 1-2 പേരെ നോക്കും, അവർക്ക് എന്തുമാത്രം ക്ഷമയുണ്ടെന്ന് നോക്കും. ആ ക്ഷമയുള്ള ഇത്രയും ഓഡിയൻസിനിടയിൽ നിന്ന് ഞാൻ 2 പേരെ ഇപ്പോഴും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ആ 2 ഇനി ഒരാൾക്കൂടെ ചാൻസ് ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്യുന്ന 2 പേരിൽ ചേച്ചിയുണ്ട്, ചേച്ചി പോകരുത്. വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. ആ ചേട്ടൻ പോയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. മൂന്നാമതുള്ള ഈ വ്യക്തികളിൽ നിന്ന് ഒരു വ്യക്തിയോട് ഞാൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് 3 പേരിൽ നിന്ന് ഒരാൾക്ക് ഒരു മെഗാ സമ്മാനത്തിനുള്ള ഒരു ഗെയിം ഇവിടെ അവസാനം വൈൻഡ് അപ്പ് ദ എൻഡ് എന്ന് പറയും, ക്ലൈമാക്സ് എന്ന് പറയും. ട്വിസ്റ്റുള്ള ഒരു ക്ലൈമാക്സ് കാണും. ആ 3 പേരിൽ ഒരാൾ ആരാണ്? ഈ കൊച്ചിനെയും എടുത്ത് ഇത്രയും നേരം ഏറ്റവും വലിയ പോരാളി ആരാണ്? അമ്മയാണെന്ന് തെളിയിച്ചില്ലേ? ആ ചേട്ടൻ എവിടെ? ചേട്ടൻ പടപൊരുതിയ പോരാളിയെ പോലെ അവിടെ നിന്ന് ഷേക്കോ ഷാർജയോ കുടിക്കുന്നുണ്ടായിരിക്കും അല്ലേ? വന്നിട്ടില്ല. അതാണ് കുഴപ്പമില്ല. തീർച്ചയായും അപ്പോൾ ഞാൻ ചെറിയൊരു 3 പെൺകുട്ടികളെയും കൊണ്ടുവന്ന് ഈ കടപ്പുറം അല്ലെങ്കിൽ ഓണ സമയത്തെങ്കിലും കൊണ്ടുവന്ന് പെൺമക്കളെ പുറത്തിറക്കാനും ഈ സമയത്ത് കൊണ്ടുവന്ന് കാണിക്കാനുള്ള ധൈര്യം കാണിച്ചതിന് അത് തീർച്ചയായും ചെയ്യണം കേട്ടോ. പെൺകുട്ടികൾ വീട്ടിലിരിക്കാനുള്ളവരല്ല കേട്ടോ. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം കേട്ടോ. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ചെറിയ ഒരു 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം സെലക്ട് ചെയ്യൂ. ഒരു കാര്യം. ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യത്തിനുള്ള കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. വാല്യുബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാല്യുബിൾ ആയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ ഓർക്കാതെയാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ പറ്റുവാണെങ്കിൽ ഈ ഒരു ഗെയിം ഷോ കഴിയുമ്പോൾ ഇവിടെ നിന്ന് സമ്മാനം കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിലോ ഒരു പുരുഷൻ എന്ന നിലയിലോ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുടരാൻ ശ്രമിക്കുക. ആ 3 കാര്യങ്ങൾ എന്താണ്? ഗെയിം ഷോ കണ്ടു നിന്ന ആൾക്കാരാണ്. എൻ്റെ ഗെയിം ഷോയിലൂടെ ഞാൻ പകർന്നു നൽകുന്ന 3 വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്തായിരിക്കും? ക്ഷമ. തീർച്ചയായും ക്ഷമ ഫസ്റ്റ് പോയിന്റ് ആണ്. ഒരു മനുഷ്യനെ വിജയങ്ങളിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ക്ഷമ. ഒരു മനുഷ്യനെ ഉന്നതങ്ങളിൽ എത്തിക്കും. 2 ദയ കാണിക്കേണ്ട ആരടുത്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ ഈ കൊച്ചിനെ കണ്ടിട്ട് ദയ കാണിക്കണമെന്ന് എനിക്ക് മനസ്സ് കാണിക്കാൻ പാടില്ല. ആദ്യം ആ മനുഷ്യനെ പഠിക്കുക. ആ മനുഷ്യന് എന്ത് വേണം എന്നുള്ള, ചിലപ്പോൾ പൈസ ആയിരിക്കില്ല ഈ മോക്ക് ഞാൻ കൊടുക്കേണ്ടത്. അതിൻ്റെ ഒന്നും വലിയൊരു കാര്യം സ്നേഹമാണെങ്കിൽ പൈസയുടെ ഒന്നും വലിയ കാര്യമാണ് സ്നേഹം കൊടുക്കുക. ചുരൽമല അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽപ്പെട്ട അവർക്ക് പൈസ കൊടുത്താലല്ല ഏറ്റവും വലിയ കാര്യം. 2 നില വീട് വെച്ച് എന്ന് കരുതിയോ 20 സെന്റ് പെരിടം കൊടുത്താലോ സ്വന്തം അമ്മയും അച്ഛനും പെങ്ങളും അടങ്ങുന്ന ഫാമിലി എന്ന് പറയുന്ന കാര്യം തിരിച്ചു കിട്ടോ? അപ്പോൾ സ്നേഹം കൊടുക്കാൻ പഠിക്കുക. വലിയ പൈസയിലല്ല കാര്യം. 3 കാരുണ്യമല്ല, ദയയുമല്ല. ഒരു പോയിന്റ് മാത്രമേ ആയിട്ടുള്ളൂ. എന്താണ്? ടൈം. കഴിഞ്ഞു പോയ സമയം ഒരു മനുഷ്യനെ തിരിച്ചൊരിക്കലും കിട്ടില്ല. അതുകൊണ്ട് പാഴാക്കുന്ന സമയം എന്തെങ്കിലും കാര്യത്തിന്, നല്ല കാര്യത്തിന് വേണ്ടി സമയം പാഴാക്കാം. 3 ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എങ്ങോട്ട് വരാനുള്ള മനസ്സ്, മുന്നോട്ട് വരാനുള്ള മനസ്സ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വരാൻ കാണിക്കുന്ന സമയം, മുന്നോട്ട് വരാൻ കാണിക്കുന്ന മനസ്സ്, ധൈര്യം, പിന്നെന്താണ്? ക്ഷമ. ഈ 3 കാര്യങ്ങളാണ് ഞാൻ കൊടുക്കുന്ന പ്രൈസ്ലെസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റിലോ കാര്യത്തിലോ വാല്യൂ കാണരുത്. തീർച്ചയായും. താങ്ക് യു. അപ്പോൾ നല്ലൊരു സമ്മാനം ഈ അമ്മയ്ക്കും മകൾക്കും സമ്മാനിക്കണം. ഞാൻ ഈ തരുന്ന സമ്മാനം ചിലപ്പോൾ ഒരു എക്സാം ബോർഡായിരിക്കാം, അല്ലെങ്കിൽ ഒരു സമ്പാദ്യ പദ്ധതി ആയിരിക്കാം. ആ പദ്ധതി കാരണം പ്രായമായി കഴിഞ്ഞാൽ ആര് കാണും ആര് കാണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ പൈസ സമ്പാദ്യം മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. കിടന്നു പോയാൽ സ്വർഗം, മരിച്ചു കഴിഞ്ഞാലല്ല. നടക്കുന്ന സമയം സ്വർഗം, കിടന്നാൽ നരകം എന്ന് പറയും. 2ഉം ഇവിടെ തന്നെയാണ്. അവിടെ പോയിട്ട് ഇവിടെ വന്ന് പറഞ്ഞ ഒരു മനുഷ്യനും ഇപ്പോൾ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഈ ഉള്ള സമയം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. താങ്ക് യു. അപ്പോൾ ആ 3 പേരിൽ ഒരാളെ മാത്രം ഞാൻ സെലക്ട് ചെയ്തു. 2ാമത്തെ ആളെ മുഖം ഞാൻ ഇവിടെ ഒന്ന് പരിധി നോക്കട്ടെ. ചിലപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചാൽ ഏറെ സന്തോഷം. കണ്ടില്ല, എനിക്ക് ആ മുഖം കാണാൻ സാധിച്ചില്ല. അപ്പോൾ 2 പേരെ ഞാൻ സെലക്ട് ചെയ്തോളാം. അപ്പോൾ ഈ ഗെയിം ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അവസാനമായി കൂടി നിൽക്കുന്ന ഇത്രയും പേരെ കൂടി എനിക്ക് പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റ് കൂടി ഞങ്ങൾക്ക് എടുക്കേണ്ടതുണ്ട്. ആ ഗിഫ്റ്റ് കൂടി എടുത്തിട്ട് ഈ ഒരു ഗെയിം ഷോ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ആ 10 മിനിറ്റ് കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്ന അവസാനത്തെ ഗിഫ്റ്റ് നൽകുന്നത് വർക്കല പോലീസ് സ്റ്റേഷനിലെ നല്ലവരായ ഉദ്യോഗസ്ഥരായിരിക്കും. അപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈ ഗെയിം ഷോ വൈൻഡ് അപ്പ് ആവുന്നതായിരിക്കും. ഗെയിം ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള അതിനിർണായകമായ ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഈ ഒരു ഗെയിം ഷോ അവസാനിക്കുന്നതിന് മുന്നോടിയായി
3 സമ്മാനങ്ങൾ. നിങ്ങളാണ് ഇത്രയും നേരം വരെ അവസാനം വരെ ഈ ഗെയിം ഷോയ്ക്ക് എന്നെ പങ്കെടുപ്പിക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങളെ ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് ഈ പാതിരാത്രിയും 8 മണി കഴിയുമ്പോഴും നിന്ന നിങ്ങൾക്ക് ഈ അവസരം വാങ്ങിച്ചത് ഞാനല്ല. ആരായിരിക്കും അവസരം വാങ്ങിച്ചത്? ഇവരെ പേരൊന്ന് പറഞ്ഞു തരാമോ? ഷീബം ആരാണ്? മോളെ ആരാണ്? ഉമ്മ. അതുപോലെ അടുത്ത ഈ നിൽക്കുന്ന ഉമ്മ ആരാണ്? ഫാത്തിമ ബീവി. ഈ 2 വ്യക്തിത്വങ്ങളെ ജീവിതം അവസാനം വരെ എന്ത് ചെയ്യുക? നിങ്ങളെ കൈപിടിച്ച പോലെ കൈപിടിച്ച് കൊണ്ടുപോകണം കേട്ടോ. ഈ ഒരു വേദി നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും നേരം ക്ഷമ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം അതാണ്. എൻ്റെ കയ്യിൽ 3 സമ്മാനങ്ങൾ. 3 അല്ല, 3, 2, 5. നിങ്ങൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയാം. 1, 2, 3, 4, 5, 6, 7 കുട്ടികളുണ്ട്. 3 സമ്മാനങ്ങൾ, 6 എണ്ണമുണ്ട്. അപ്പോൾ ഒരാൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ആരായിരിക്കും സാക്രിഫൈസ് ചെയ്യുന്നത്? സാക്രിഫൈസ് ചെയ്യുന്ന ആളെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി എൻ്റെ വണ്ടിയിൽ ഒരു പ്രത്യേക സമ്മാനം തരും. ആര് സാക്രിഫൈസ് ചെയ്യും? അപ്പോൾ മാറിക്കോളൂ. അപ്പോൾ ബാക്കി 6 പേരുണ്ട്. അനുസരിച്ചു 6 പേർക്കുള്ള സമ്മാനം തന്നേക്കാം. നല്ലൊരു പാട്ട്. ഈ ഗെയിം ഷോ അവസാനിക്കുമ്പോൾ, ഈ ഒരു ഗെയിം ഷോ അവസാനിക്കുന്ന നിർണായക ഘട്ടമാണ്. ഈ ഒരു ഗെയിം ഷോ 2 മണിക്കൂറോളം ഇവിടെ ചെയ്യാൻ അവസരം ഒരുക്കി തന്ന വർക്കല പോലീസ് സ്റ്റേഷനിലെ നല്ലവരായ ഉദ്യോഗസ്ഥർ, വർക്കല പാവനാശം പൗരസമിതി, എടുത്തു പറയേണ്ട ഒരു സംഘടന. വർക്കല പാവനാശം പൗരസമിതി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തീർച്ചയായും അവർക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായും തുടർന്നും സഹകരണവും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ അവസരത്തിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് പോവാ അല്ലേ? ഡാൻസ് കളിക്കാം അല്ലേ? 6 പേർ റെഡിയല്ലേ? മോളങ്ങ് വന്നോളൂ. അവർ കളിച്ചോട്ടെ. അവർക്കുള്ള സമ്മാനങ്ങളും മോക്ക് ഞാൻ പ്രത്യേക സമ്മാനം തരാം. ഓക്കെ, റെഡി? 1, 2, 3 സ്റ്റാർട്ട്. ലാസ്റ്റായിട്ട് ഒരു പാട്ട് കൂടി ഇട്ടുകൊള്ളണം. ഈ ഒരു ഗെയിം ഷോ ചെയ്ത് നിർത്തേണ്ട അവസാന ഘട്ടമാണ്. സാർ അവസാനമായിട്ട് ഈ സമ്മാനം കൊടുക്കാൻ വരണം. ഈ ഗെയിം ഷോ അവസാനിക്കും. ഓക്കെ, കളിച്ചോളൂ. എല്ലാവരും കളിക്കുക. സമ്മാനം വേണ്ടേ? കളിച്ചോളൂ. ഏത് പാട്ടാണ്? ചെന്ന് കളിച്ചോളൂ. കുഴപ്പമില്ല. കളിച്ചോളൂ. 2 പേര് കളിക്കുന്നില്ലേ? സമ്മാനം വേണ്ടേ? ബാക്ക് ചെയ്യുന്ന ആൺകുട്ടികൾ കളിച്ചോളൂ. സമ്മാനം വേണ്ടേ? ഓക്കെ, താങ്ക് യു. എല്ലാവർക്കുമുള്ള സമ്മാനം കൂടി നൽകണം. ഇനി ആരുണ്ട്? നിങ്ങൾ 2 പേരും ഒരുമിച്ചാണോ? ഈ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് 2 പേർക്കുള്ളത്. മോക്കുള്ളത് വേണ്ട, ഞാൻ വേറെ കൊടുത്തോളാം. ഇനി ഒരു മെഗാ സമ്മാനത്തിനുള്ള സമയമാണ്. നോൾട്ടയുടെ 6000-7000 രൂപ വരുന്ന ഈ ഒരു മെഗാ സമ്മാനം വർക്കല പാവനാശം പൗരസമിതിയിലെ ഒരു അംഗം, പോലീസ് സ്റ്റേഷനിൽ, വർക്കല പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടി ഈ സമ്മാനം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഈ സമ്മാനം നൽകുന്നത് ഞാൻ 3 പേര്, ഞാൻ ഈ ഒരു ഓഡിയൻസിനിടയിൽ നിന്നും ഈ പ്രോഗ്രാം തുടങ്ങിയ സമയം തൊട്ടുള്ള ഒരാളാണ്. ആര്യ ജതിക. പേര് പറഞ്ഞതിന് നന്ദി. ഇങ്ങോട്ട് വയ്ക്കണം. എൻ്റെ റൈറ്റ് സൈഡിലോട്ട് നിൽക്കണം. തീർച്ചയായും ഇത്രയും സമയം ഈ ഒരു ഗെയിം ഷോ പങ്കെടുത്തതിനും ഈ ഒരു ഗെയിം ഷോയിൽ വരാനുള്ള മനസ്സ് കാണിച്ചതിനും നന്ദി. മുന്നോട്ട് വല സൈഡിൽ നിന്നോളൂ. അതുപോലെ ഉമ്മ മുന്നോട്ട് നിന്നോളൂ. ഉമ്മയുടെ പേരൊന്ന് പറയണം. ഫാത്തിമ ഉമ്മ ഈ ഒരു ഗെയിം ഷോ തുടങ്ങി ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നതാണെങ്കിലും ഈ ഗെയിം ഷോ തുടങ്ങി അവസാനിക്കുന്നവരെ എന്ത് ചെയ്തോളൂ? ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ? അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ വീണ്ടും വരണം. റൈറ്റ് സൈഡിലോട്ട് നിന്നോളൂ. അവസാനം 3ാമതായിട്ട് ഞാൻ ഒരാളെയും ഞാൻ സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ നോക്കട്ടെ, ഞാൻ ഈ ഒരു ഗെയിം ഷോ തുടങ്ങിയപ്പോൾ കണ്ട ആരെങ്കിലും ഒരു മുഖം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ വിളിക്കുന്നത് തന്നെ ആയിരിക്കും. നോക്കട്ടെ ആരായിരിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. തീർച്ചയായും അങ്ങനെ ഒരു മുഖം കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ പോയി ഒരു മുട്ടയൊക്കെ അടിച്ച ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ സ്ഥലം വിട്ടു പോകുന്നു. പിന്നെ ഞാൻ ആരെ വിളിക്കുമെന്ന് തോന്നുന്നു. ചേച്ചിക്ക് അവർ പറഞ്ഞായിരുന്നു അല്ലേ? ഞാൻ കൊച്ചിനെ കൊണ്ട് ക്ഷമ കാണിച്ചല്ലേ? വന്നോളൂ. നിങ്ങൾ 3 പേരും തന്നെയാണ് അർഹതരായവർ. 3 പേരും നിന്നോളൂ. അപ്പോൾ എൻ്റെ ഈ വലിയ സമ്മാനങ്ങൾക്കുള്ള ചോദ്യം ശ്രദ്ധിക്കുക. 3 പേരിൽ നിന്ന് അറിയാവുന്നവർ ആദ്യം കൈപൊക്കുക. ഈ 3 പേരിൽ നിന്ന് അറിയാവുന്നവർ ആദ്യം കൈപൊക്കുക. ഓക്കെ, എൻ്റെ ഗെയിം ഷോയിൽ തുടങ്ങി ഈ നിമിഷം അവസാനിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഒരു വാക്ക് പറയാൻ പറ്റുമോ 3 പേർക്ക്? എന്താണ്? ക്ഷമ. കൈ പൊക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. കൈ പൊക്കിയത് ഉമ്മയാണ്. അപ്പോൾ 1 പോയിന്റ് ഉമ്മയ്ക്ക് ക്ഷമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള ക്ഷമ കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ 3 പേരും ഇപ്പോൾ എനിക്ക് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. ഈ മെഗാ സമ്മാനത്തിന് വേണ്ടി
ഇനി നിൽക്കുന്നത്. പക്ഷേ ഒരു പോയിന്റായിട്ട് മുന്നേറുകയാണ്. രണ്ടാമത് ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യം പറയാൻ പറ്റുമോ? എന്താണ്? മുന്നോട്ട്, സ്ത്രീകൾ മുന്നോട്ട്. ഈ പ്രായത്തിൽ പ്രായം ഇറ്റ്സ് ജസ്റ്റ് എ കൗണ്ട് എന്ന് പറയും. ഏത് പ്രായത്തിലുള്ള സ്ത്രീകളും മുന്നോട്ട് വരാനുള്ള ധൈര്യം കാണിക്കണം. 1-1 ചേച്ചി. ചോദ്യം, അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 1-1 സ്കോറിൽ നിൽക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം, ഞാൻ എൻ്റെ ഗെയിം ഷോയിൽ പറഞ്ഞതിൽ ഏറ്റവും വാല്യുബിൾ ആയുള്ള കേരളത്തിന് വാല്യുബിൾ ആയിട്ടുള്ള ഒരു 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങൾ. വെയിറ്റ് ചെയ്യുക. അവസരങ്ങളിൽ ഒരാൾക്ക് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ എന്ത് കൊടുക്കണം? അവസരം കൊടുക്കണം. തീർച്ചയായും ചേച്ചി പറഞ്ഞോളൂ, പറയാൻ പറ്റുമെങ്കിൽ. അതെ, ദുരന്തങ്ങൾ, വയനാട്, പശ്ചിമഘട്ട മലനിരകളെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തി. സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിഫ് എന്ന് പറയുന്ന അതിമനോഹരമായ ക്ലിഫിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനി ക്ലിഫ് ഇടിഞ്ഞിടിഞ്ഞ് അങ്ങ് പോകും കേട്ടോ. ക്ലിഫ് തന്നെ കാണാൻ പറ്റില്ല. ഒരുപാട് ജോലിക്കാർ, ഒരുപാട് ഷോപ്പുകൾ, അന്യ സംസ്ഥാന തൊഴിലാളികൾ, അവരുടെ ഷോപ്പുകൾ, അതിലുള്ള ഒരാളെയാണ് ഞാനിവിടെ കണ്ടത്. കാശ്മീരിൽ നിന്ന് വന്ന എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. ഞാൻ കണ്ടായിരുന്നു, പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 3 പേർക്കും ഒരേ പോയിന്റ് വീതമാണ് ലഭിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്തായിരിക്കും? ദ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ദ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന വഴി. ഓക്കെ, അതല്ല. ഒരു മനുഷ്യന് ഒരിക്കൽ മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. ദ വേ ഓഫ് ലൈഫ് എന്ന് പറയും. അതേതായിരിക്കും? ജീവിതം. ചേട്ടൻ ഡാൻസ് കളിക്കാനുണ്ട്. ഇവർക്കുള്ള സമ്മാനം കൊടുക്കാനുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു ചോദ്യം ക്യാൻസൽ ആയിട്ടുണ്ട്. ആരും ഉത്തരം വിളിച്ച് പറയരുത്. ഇവർക്കുള്ള ഒരു സമ്മാനം കൊടുക്കാനായിട്ടാണ്. മെഗാ സമ്മാനമാണ്. അവസാനം അപ്പോൾ ചോദ്യം ചോദിക്കട്ടെ? ഒന്നുകൂടെ ചോദിക്കാം അല്ലേ? അപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, എൻ്റെ ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞു വന്ന ആളുടെ വയസ്സ് എത്രയാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ വന്ന 2 കേട്ടോ. 2 വയസ്സുള്ള ഒരു കൊച്ചു മകനാണ് കയറി വന്നത് കേട്ടോ. അപ്പോൾ 2 പോയിന്റ്, ഒരേ പോയിന്റ്. അപ്പോൾ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. വർക്കലയുടെ അതിമനോഹരമായ 2 പ്രത്യേകതകൾ എന്തെല്ലാമായിരിക്കും? വർക്കലയുടെ ഉമ്മ കൈപൊക്കി, ഉത്തരം അറിയെങ്കിൽ ആദ്യം കൈപൊക്കുക. പാപനാശം ഒന്നുകൂടെ ഉണ്ട്. നോ വർക്കല ക്ഷേത്രം അതാണ്. ശിവഗിരി ഒരു ജാതി, ഒരു മതം, എല്ലാ മനുഷ്യരും എല്ലാ ജാതിയും മതവും മറന്ന് ഡിസംബറിലെ അവസാനത്തെ കുളിരേകുന്ന ആ ഒരു രാത്രിക്ക് വേണ്ടി കാത്തിരിക്കും. അവിടെ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യൻസ് എന്നോ ഹിന്ദുക്കളെന്നോ ഇല്ലാതെ എല്ലാവരും പോകില്ലേ? പോകും. അപ്പോൾ 2 അല്ലെ 2-1. അപ്പോൾ ചോദ്യം അവസരത്തിൽ ഇനിയൊരു ചോദ്യം ശ്രദ്ധിക്കുക. ചേട്ടാ വിളിച്ച് പറയരുത്, തിരിച്ചത് ഉത്തരം വിളിച്ച് പറയാതിരിക്കുക. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വേദിയിൽ വന്നതിൽ വെച്ച് ഞാൻ ശ്രദ്ധിച്ച ഒരു പെൺകുട്ടിയുണ്ട്. നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുവന്നവരാണ്. ആ ഒരു പെൺകുട്ടിക്ക് ഞാൻ പകർന്നു നൽകിയ ഒരു ആശയമുണ്ട്. അത് പറയാൻ പറ്റുമോ? അല്ല. അതെ, തീർച്ചയായും ഇൻഷാ അല്ലാഹ്. അതാണ് ഏറ്റവും നല്ല വാക്ക്. ഒരു ജാതി, ഹിന്ദുക്കളിൽ നിന്ന് ഒരാളും മുസ്ലിങ്ങളിൽ നിന്ന് ഒരാളും ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ അവസാനം ഞാൻ ചോദിച്ചായിരുന്നു എന്ത്? അതെ, അവസാനം ഞാൻ ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ നിന്ന് പറയാൻ പറ്റിയാൽ അതായിരിക്കുമെന്നല്ലേ. ഒരു വേദി ഒരുമിച്ച് പങ്കെടുപ്പോൾ ആ സമ്മതിച്ച ആൾക്കാരാണ് ഈ നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ 2-1. അവസാനത്തെ ചോദ്യം സമനില പിടിക്കാൻ കേട്ടോ. ടൈ പിടിക്കാം. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് മത്സരിക്കാം. ചേച്ചിക്ക് ഒരു സമ്മാനം തന്നിട്ട് വിടത്തുള്ളൂ കേട്ടോ. ഈ ഒരു എഫേർട്ടിനെ ഞാൻ കാണാതെ പോകാൻ പാടില്ല. ഈ എഫേർട്ടിനെ ഞാൻ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവസാനത്തെ ചോദ്യം ഈ ഒരു ഗെയിം ഷോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ 4 മേഖലയിലുള്ളവർക്ക് ഞാൻ നന്ദി എടുത്തെടുത്ത് പറഞ്ഞായിരുന്നു. അവർ ആരൊക്കെയാണ്? അറിയാവുന്നവർ കൈപൊക്കുക. ഞാൻ ഈ ഒരു പ്രോഗ്രാം എനിക്കിവിടെ ചെയ്യാൻ അവസരം ഒരുക്കി തന്ന 4 മേഖലയിലുള്ള 4 ഉദ്യോഗസ്ഥരുണ്ട് മെയിൻ ആയിട്ടുള്ള. ഓക്കെ കേക്കട്ടെ. വർക്കല പോലീസ് 1. ചേട്ടൻ പറയരുത്, ഉമ്മ പറയട്ടെ. വർക്കല പോലീസ്. പാവനാശം പൗരസമിതിയെ എടുത്തു പറയേണ്ടത് ഫസ്റ്റ് വർക്കല പാവനാശം പൗരസമിതി. 2 വർക്കല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. 3 കാണാൻ നിന്നവരല്ല, ഇവിടുത്തെ ടൂറിസത്തെ നോക്കുന്ന ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥർ. അവസാനം ഈ കടൽപ്പുറത്ത് വീണുപോയാൽ, ഈ കടലാരണങ്ങളിൽ വീണുപോയി കഴിഞ്ഞാൽ കൈ പിടിച്ച് മുന്നോട്ടൊരു ജീവൻ തിരിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതാണ് ലൈഫ് ഗാർഡുകൾ എന്ന് പറയും. അവരാണ് ജീവൻ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ദ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു വേ, അത് വഴി എന്ന് പറയും. ആ വഴി തിരിച്ച് വീണ്ടും കൈ പിടിച്ച് ആ വഴിയിൽ അവരെ ഏൽപ്പിക്കുന്ന ലൈഫ് ഗാർഡുകൾ. ഇപ്പോൾ 4 പോയിന്റ്, 2 പോയിന്റ്, 1 പോയിന്റ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സെക്കൻഡിന് സമ്മാനമില്ലെന്നാണോ?
സമ്മാനത്തിലല്ല കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയാൽ, ഒരു പോയിന്റ് എങ്കിലും കൊണ്ടുപോകാൻ പറ്റിയാൽ ഏറ്റവും വലിയ സമ്മാനം അതാണ്. അപ്പോൾ സമ്മാനം എനിക്ക് തന്നോളൂ, അവിടെ വന്നോളൂ. വർക്കല സ്റ്റേഷനിലെ നല്ലവരെ ഉദ്യോഗം, വർക്കല പാവനാശം പൗരസമിതിയിലെ ഒരംഗം കൂടി ഈ ഒരു വേദി പങ്കിടണം. ഒരു 2 മിനിറ്റ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ കാശ്മീരിലുള്ള ഒരു സുഹൃത്തുണ്ടെന്ന്, അതാണ് നോക്കിക്കോളൂ, അതാണ് ആ സുഹൃത്ത് കേട്ടോ. ആ പുള്ളിയാണ് ഞാൻ പറഞ്ഞ ആൾ കേട്ടോ. തീർച്ചയായും താങ്ക് യു. അപ്പോൾ 2 മിനിറ്റ് സാറ് ഒന്ന് വന്നോടെ കേട്ടോ. സാർ വന്നിട്ട് നമുക്ക് ആ ഒരു സമ്മാനദാനം ചെയ്യാം. ഓക്കെ, സെക്കൻഡും തേർഡിനുള്ള സമ്മാനം കൂടി എടുത്തോളൂ. ഓക്കെ, താങ്ക് യു. ജപ്പ് പറയുകയാണ്, തീർച്ചയായും ഇനിയൊരു അവസരം ലഭിച്ചാൽ വർക്കല പാവനാശം പൗരസമിതി, അതുപോലെ വർക്കല പോലീസ് സ്റ്റേഷനിലെ നല്ലവരെ ഉദ്യോഗസ്ഥർ, വർക്കല ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ലൈഫ് ഗാർഡുകൾ എന്നിവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, 1000 നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട്, എൻ്റെ പേരിലും കൈരളി ജുവലേഴ്സിൻ്റെ പേരിലും ഈ ഒരു ഗെയിം ഷോയ്ക്ക് ഇവിടെ വൈൻഡപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. അപ്പോൾ സാർ കഴിഞ്ഞു ഈ പ്രോഗ്രാം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഒരിക്കൽ കൂടി വിജു സാർ അതുപോലെ ചേട്ടന് ഒന്ന് വരണം. വർക്കല പാവനാശം പൗരസമിതി എടുത്ത് പറയേണ്ട ആൾ കൂടിയാണ്. 2 വർഷമായി ഒരു ഗെയിം ഷോ ചെയ്യാൻ അവസരം വയ്ക്കുന്നത് ഇവർ 3 പേരുകളാണ്. കണ്ടോളൂ, ഇവരാണ്, ഈ വ്യക്തിത്വങ്ങളാണ് നിങ്ങളെ എന്നെയും ഇവിടെ ഞാൻ എത്തിച്ചത്. ഇവർ 3-4 പേർ ചേർന്നത് കൊണ്ടാണ് ഇത്രയും നല്ലൊരു സായം സന്ധ്യ എനിക്ക് സമ്മാനിച്ചത്. അപ്പോൾ 3 പേർ കൂടി തന്നെ ആ ഒരു സമ്മാനം, ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ ഉമ്മ എവിടെ വന്നോളൂ. അത് ഏറ്റുവാങ്ങിക്കുന്ന ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് തന്നെ ആ ഒരു സമ്മാനം ഏറെ അഭിമാനിക്കാവുന്ന, എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന, ഈ ഇത്രയും ക്ഷമ കാണിച്ച ഈ ഒരു അമ്മയ്ക്ക് അത് ഏറ്റുവാങ്ങിക്കാവുന്നതാണ്. ഇനി 2ഉം തേർഡും കൂടി ഉണ്ട്, അത് പോയി കൊണ്ടുവരുന്നതായിരിക്കും. പോകരുത്, ദയവ് ചെയ്ത് പോകരുത്. എനിക്ക് എൻ്റെ ഈ ഒരു ഗെയിം ഷോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞാൻ വർക്കല പാവനാശം പൗരസമിതിയുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ പരിപാടിയിൽ സഹകരിച്ച എല്ലാവർക്കും പാവനാശം പൗരസമിതിയുടെ നന്ദിയും കടപ്പാടും വേറെ കൊണ്ടുവരുന്നത് കൊടുത്തോളൂ. ദൈവമേ, അറിയാത്തതുകൊണ്ട് സെക്കൻഡാണ് കേട്ടോ ഫസ്റ്റിനേക്കാൾ വലിയ സമ്മാനം കേട്ടോ. തീർച്ചയായും അത് ആ കൊച്ചിൻ്റെ നന്മയാണെന്ന് തോന്നുന്നു. കൊച്ചിനെയും കൊണ്ട് എടുത്തുകൊണ്ട് നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു ചപ്പാത്തി പെറോട്ട ഫ്രൈ പാൻ കേട്ടോ, ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാധനമാണ്. അതുപോലെ അവസാനത്തെ ആരാണ് അവസാനം അപ്പോൾ കണ്ടേലും പരിചയപ്പെട്ടിലേക്ക് സന്തോഷം. ആന്തോട്ടുണ്ടെന്ന ആളാണ്. ദേഷ്യരുത്, പോകരുത്. സമ്മാനം എൻ്റെ വകയും കൂടി അവിടെ സ്വീകരിച്ചിട്ട് പോകാം. ഓക്കെ, തീർച്ചയായും താങ്ക് യു. കാൽപ്പനിക സ്വപ്നങ്ങളിൽ നിന്നും എന്നിലെ എന്നെ സ്വയം തിരിച്ചറിഞ്ഞ നിമിഷം. പരിശുദ്ധ പൊന്ന് മെയ്യോട് അലിഞ്ഞു ചേരുമ്പോൾ എന്നിലുണ്ടായ ആത്മവിശ്വാസം, എന്റെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയേകിയ കൈരളി ജ്വല്ലേഴ്സ്. അൺബിലീവബിൾ ചോയ്സസ്.